الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، ما بعد. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحد، يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വിശുദ്ധമായ ഷഅബാൻ മാസത്തെ വരവേൽക്കാനിരിക്കുന്ന നാം അറിയേണ്ട ചില വിചാരങ്ങളെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇവിടെ ഓഫ്ലൈനായി തുടങ്ങേണ്ട ഒരു പരിപാടി കുറച്ച് ലേറ്റായി തുടങ്ങാൻ, അതുകൊണ്ടാണ് ഞാൻ എത്താൻ വൈകിയത് എന്ന് ആദ്യം തന്നെ ക്ഷമാപണം നടത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ വരുമ്പോൾ തന്നെ, ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ധാരാളം പേര് പല കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞതായി കണ്ടു. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. മജ്ലിസ് കഴിയുന്ന മുറക്ക് നമുക്ക് ദുആ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഷഅബാൻ മാസത്തെ കുറിച്ചാണ്. ഷഅബാനെ കുറിച്ച് മഹാന്മാര് പറയുന്ന ചില ആശയങ്ങൾ ഒന്ന് വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സാധാരണ ഓരോ മാസത്തിന്റെ മഹത്വങ്ങളും ആ മാസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുമാണ് സാധാരണ പറയാറുള്ളത്. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഷഅബാൻ മാസത്തെ കുറിച്ച് മഹാന്മാര് പറഞ്ഞതിനെ ഒന്ന് വിശദീകരിക്കുകയാണ്. എല്ലാ സമയത്തും ഒരേ സ്റ്റൈലിൽ തന്നെ ക്ലാസ് അനുഭവിക്കണം എന്ന് ഇല്ലല്ലോ. ഷഅബാൻ മാസത്തെ കുറിച്ച് മഹാന്മാര് പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഷഅബാൻ എന്ന അധ്യായം വിശദീകരിക്കുമ്പോൾ തന്നെ മഹാന്മാര് പറഞ്ഞ ഒരു കാര്യം ഇബാദുല്ലാഹ്, നമ്മളെ വിളിച്ചു പറയാണ്, ഇബാദുല്ലാഹ് ഖദ് അഖ്ബല അലൈക്കും ഷഹ്റുൻ മുബാറക്കുൽ അയ്യാം. വളരെ ബർക്കത്തുള്ള ഒരു മാസമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും ഒരേപോലെ അല്ല അള്ളാഹുവിന്റെ അടുത്ത്. എല്ലാ ദിവസവും ഒരേപോലെ അല്ല. നമുക്ക് മുതലാക്കാൻ കഴിയണം. ശഅബാൻ മാസം എന്ന് പറയുന്നത് മറ്റു മാസങ്ങളെ പോലെ അല്ല. മുബാറക്കായ മാസം എന്ന് മഹാന്മാരൊക്കെ വിശേഷിപ്പിച്ച മാസമാണ് ശഅബാൻ മാസം. അത് നമുക്ക് മുതലാക്കണം. ആ 30 ദിവസം എന്തെങ്കിലും ഒന്ന് സ്ഥിരമായി ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഉടനെ മഹാന്മാര് പറയുന്നുണ്ട്, വഹുവ സബബുൻ ലി മഹ്വിദ്ദുനൂബി വൽ ആസാം. തെറ്റുകുറ്റങ്ങൾ മായ്ക്കാനുള്ള മാസമാണ് ശഅബാൻ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തെറ്റുകുറ്റങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മൾ എന്താണ് അൽ ഹളറത്തുൽ ഖുദ്സിയ്യ, അള്ളാഹുവിലേക്ക് അടുക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് എന്തുകൊണ്ടാണ് മധുരം ലഭിക്കാത്തത്? വേറെ ഒരു കാരണമല്ല, തെറ്റുകുറ്റങ്ങളാണ് അതിന്റെ കാരണം. തെറ്റുകളാണ് നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, വേറൊന്നുമില്ല. തെറ്റാണ് നമ്മുടെ മെയിൻ പ്രശ്നം. പൊറുക്കപ്പെടാനുള്ള എല്ലാ ചാൻസും അള്ളാഹു തന്നിട്ടും നമ്മൾ പൊറുപ്പിക്കാതിരുന്നാൽ നമ്മൾ നഷ്ടക്കാരാവും. എല്ലാ ചാൻസും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. കാരണം വലിയ തെറ്റാവട്ടെ, ചെറിയ തെറ്റാവട്ടെ, എന്തിനും അള്ളാഹു തൗബ വെച്ചിട്ടുണ്ട്. ഇത്രയും ഓഫർ ഉണ്ടായിട്ടും നമ്മൾ പൊറുപ്പിക്കാതിരുന്നാൽ നമുക്ക് നഷ്ടമാണ്. ഈ റജബിലും ഷഅബാനിലും മര്യാദയ്ക്ക് ജീവിക്കാത്ത ആൾക്ക് റമളാനില് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയൂല.
കഴിയണം എന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് എന്തോ ഒരു അലസത, മടി, തടസ്സം ഉണ്ടാവും. അതിന്റെ പ്രശ്നം അതാണ്. കാര്യമായിട്ട് അള്ളാഹു നമുക്ക് റജബും ഷാബാനും തരിക, എന്നിട്ട് അതിനൊന്നും മെയിൻറ്റാക്കാണ്ടിരിക്കുക. എന്നിട്ട് റമദാനിൽ എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നുന്നു, അത് നടക്കൂല. ഒരു ആദ്യത്തെ 10 എന്തെങ്കിലുമൊക്കെ ആവേശം ഉണ്ടായാൽ കിട്ടിന്നല്ലാതെ പിന്നെ നമുക്ക് കിട്ടായിക ഉണ്ടാവും. അതുകൊണ്ട് റജബ് ഏതായാലും തീരാറായി, തീർന്നല്ല തീരാറായി. ഷഅബാനെ മുതലാക്കണം. ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടിയാൽ അതിന്റെ ഒരു ഫലമാണ് ജീവിതത്തിൽ ഹലാവത്തുൽ ഇബാദത്ത് എന്ന് പറയുന്നത്. ഹലാവത്തുൽ ഇബാദത്ത്, ഇബാദത്തിന് മധുരം കിട്ടും. ഇബാദത്തിന് മധുരം കിട്ടേണ്ട ഏറ്റവും നല്ല മാസമാണ് റമദാൻ. ആ റമദാൻ മാസം നന്നായി ഇബാദത്ത് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷഅബാനെ മുതലാക്കണം. ഷഅബാൻ മാസത്തെ മുതലെടുക്കണം. അത് ദോഷങ്ങൾ പുറത്ത് കിട്ടാനുള്ള ഒരു വഴിയാണ്. ദോഷങ്ങൾ പുറത്ത് കിട്ടിയാലുള്ള ഒരു വഴിയാണത്. നമ്മുടെ ദോഷം പുറത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു ദുആ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭയങ്കര കരച്ചിൽ വരും ഇടക്കിടക്ക് ആഖിറ ഓർത്തിട്ട്. 2, ഇബാദത്തിന് നല്ല മധുരം കിട്ടും. 3-മത്തത്, സ്വഭാവം വേഗം നന്നാവും. ആ ദോഷം പുറത്ത് കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. പിശാചിന്റെ ഒരു ശല്യം കുറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവും. ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടണം. അതാണ് ഷഅബാന്റെ 2-മത്തെ ഒരു പ്രത്യേകത. 3, വയുക്തബു അസ്മാഅ മയ്യമൂതു ഫീ ഹാദൽ ആം. ഈ കൊല്ലം മരിക്കുന്നവരുടെ പേര് എഴുതി വെക്കപ്പെടുന്ന മാസമാണ് ഷഅബാൻ. ഫീഹ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന മാസമാണ് ഷഅബാൻ 15. ഈ ഷഅബാൻ മാസം മൊത്തത്തിൽ അങ്ങനെ ഒന്നുണ്ട്, ഡാറ്റ എടുക്കുന്ന മാസമാണ്. ശേഷമുള്ള ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. വയുക്തബു അസ്മാഅ മയ്യമൂതു ഫി ഹാദൽ ആം. ഇക്കൊല്ലം മരിക്കുന്നവരുടെ പേരെഴുതി വെക്കുന്ന മാസമാണ് ഷഅബാൻ. ഇതെന്തൊരു വർത്താനാന്ന് നോക്കി. നമുക്ക് ഏത് കൊല്ലാണ് മരിക്കുക എന്നുള്ളത് ഈ വരുന്ന ഷഅബാനിൽ എഴുതും, ഇക്കൊല്ലം മരിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റൂല. ശരിക്കും പറഞ്ഞാല് പറ്റൂല എന്ന് പറഞ്ഞാല് ദീർഘായുസിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, ദീർഘായുസ് കിട്ടണം. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു. ദീർഘായുസ് കിട്ടിയവര് നിങ്ങളിൽ ഏറ്റവും ഉത്തമരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലും ഉണ്ടാവും. ദീർഘായുസ് പല രീതിയിലും ദീർഘായുസ് ഉണ്ടാവും. ഞാനൊരു 3 രീതി പറയാം. ഒന്ന്, കുറേ കാലം ജീവിക്കുക, അത്ര തന്നെ ഇബാദത്ത് ചെയ്യാം, അതാണ് ദീർഘായുസ്. 2, കുറേ കാലമൊന്നും ജീവിച്ചിട്ടില്ല, പക്ഷെ ഉള്ള കാലം കുറേ ഇബാദത്ത് ചെയ്ത് പിന്നീട് മരണം വരെ അയാളുടെ ഖബറിലെത്തിയാലും അയാൾക്ക് ദ്വാരക്കാൻ ഒരു ടീമിനെ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. അയാൾ കുറച്ച് കാലം ഖാലിദിനെല്ലാം പോലെ ഉദാഹരണം പറയാം. 3-മത്തത് ദീർഘായുസിന്റെ ഒരു രീതിയാണ് പിന്നെ അവരുടെ മക്കൾ സ്വാലിഹീങ്ങളാവും. കാരണം അവര് ഖബറിലെത്തുമ്പോ അവർക്ക് ഖബർ വെളിച്ചാക്കാൻ മക്കളുണ്ടാവും. അതിന്റെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ ഓപ്ഷൻ? ദീർഘായുസിന്റെ ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ചാല് പിന്നെ അവരുടെ മക്കൾ സ്വാലിഹീങ്ങളാവാൻ ചിലപ്പോൾ മക്കൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ള മക്കളൊന്നും അങ്ങനെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ ഒരു പ്രത്യേകത, അവരുടെ
ജീവിതത്തില് പിന്നെ എന്തോ ഒരു സാധനം സ്ഥിരം കൂലി കിട്ടുന്ന എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് വഖഫ് ചെയ്തിട്ടുണ്ടാവും കുറെ ഭൂമി, അല്ലെങ്കിൽ കുറെ പള്ളി എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. അതും ദീർഘായുസിന്റെ ഒരു രീതിയാണ്. മക്കള് പിടുത്തം വിട്ടിട്ടുണ്ട്, കുറെ എണ്ണം ലഹരി ഉപയോഗിക്കുന്നതാണ്, രണ്ടെണ്ണം മുജാഹിദാണ്, ഒന്നും ദ്വാരക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വേഗം ഏതെങ്കിലും ഭൂമിയോ സ്ഥലമോ മറ്റോ എന്തെങ്കിലും വഖഫ് ചെയ്യുകയോ ജാരിയായ സ്വതക്ക ചെയ്യുകയോ ചെയ്താൽ മതിയെന്ന് ഇബ്നു ഹജർ തങ്ങള് ബുഖാരി ഇമാമിന് മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച നടത്തുമ്പോൾ പറയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാവാത്തോണ്ടുള്ള ഒരു ടെൻഷൻ ആവും. അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ട് പറഞ്ഞുതരാം. ബുഖാരി ഇമാമിന് മക്കളുണ്ടോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ആരുടെ ഇബ്നു ഹജർ തങ്ങൾ പറയും ഇനി മക്കളില്ലെങ്കിൽ എന്താ പ്രശ്നം? ബുഖാരി ഇമാമിന് പിന്നെ എന്താ പറയാ, ബുഖാരി എന്ന കിതാബ് ഉണ്ടല്ലോ. ബുഖാരി ഇമാമിന് മക്കളില്ലെങ്കിൽ എന്താ, ബുഖാരി എന്ന കിതാബ് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആരും ദ്വാരക്കാൻ പിൽക്കാലത്തില്ലെങ്കിൽ എന്താ, ബുഖാരി എന്ന കിതാബില്ലേ, അത് ഓതി പഠിക്കുമ്പോൾ എല്ലാവർക്കും ബുഖാരി ഇമാമിന്റെ ഖബർ നിറയൂലേ, സന്തോഷാവൂലേ. അതേപോലെ നമ്മളും അതേപോലെ കിതാബ് നിഹതാൻ കഴിയില്ലെങ്കിലും എവിടെങ്കിലും ഭൂമി വഖഫ് ചെയ്യുകയോ പള്ളി എടുത്തു കൊടുക്കുകയോ മദ്രസക്ക് സഹായിക്കുകയൊക്കെ ചെയ്താല് നമ്മളെ മക്കള് സ്വാലിഹീങ്ങളല്ലാത്ത ടെൻഷനൊന്നും അടിക്കേണ്ടിയില്ല, ആ വക കൂലി ഖബറിലേക്ക് വിളിച്ചായിട്ടുണ്ടാകും എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് ഉണ്ട് എന്നർത്ഥം. ഇബ്നു ഹജർ തങ്ങളുടെ സബത്ത് എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട്. അപ്പൊ നമുക്ക് ദീർഘായുസ് കിട്ടണം, അതിന് ഷാബാനും നല്ലോണം ദ്വാരക്കണം. ദീർഘായുസ് കിട്ടാൻ നന്നായി ദ്വാരക്കണം. ഈ ദീർഘായുസ് കിട്ടാന്ന് പറഞ്ഞാല് ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധത്തിൽ സെറ്റ് ആവണം. അതാ വേണ്ടത്. കുറേ കാലം ജീവിച്ച് ഒരു ഉപകാരമില്ലാത്ത ജീവിതം അങ്ങനല്ല, എന്തെങ്കിലും ഉപകാരമുള്ള ജീവിതമാണ്. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണം, കാവൽ തേടണം. ഫുജിഅത്തുൽ മൗത്ത്, പെട്ടെന്ന് മരിക്കുക, പെട്ടെന്ന് ഒരു ഉറക്കില് മരിക്കുക, ഒരു ആക്സിഡന്റ് ആയിട്ട് മരിക്കുക, ഒന്നും ഉണ്ടായിട്ടില്ല, അസുഖം പെട്ടെന്ന് മരിച്ചു എന്നല്ല പറയണത്. അത് പെട്ടെന്നുള്ള മരണം നല്ലതാണോ മോശമാണോ എന്ന് വെച്ചാൽ സ്വാലിഹീങ്ങൾക്ക് അത് പ്രശ്നമല്ല. എന്തുകൊണ്ട്? ഓർക്കെന്ത്, ഇപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം പെട്ടെന്ന് വഫാത്തായ ആളാണ്. ജിന്നുകളെ കൊണ്ട് പള്ളി എടുപ്പിക്കുന്ന തിരക്കിൽ ഇങ്ങനെ കസേരമേൽ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വഫാത്തായി. എത്ര മഹാന്മാർ അങ്ങനെ പെട്ടെന്ന് വഫാത്തായിട്ടുണ്ട്, എത്രയോ മഹാന്മാരുണ്ട്. പെട്ടെന്നുള്ള മരണം മോശം മരണമെന്ന് വിചാരിക്കരുത്. അത് സ്വാലിഹീങ്ങൾക്ക് മോശം മരണം അല്ല അത്. കാരണം ഓരെല്ലാം സെറ്റാണല്ലോ, റെഡിയാണല്ലോ, പിന്നെ എങ്ങനെ മോശം മരണമാവാം? ഒന്നുമല്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം പ്രശ്നമാണ്. കാരണം നമ്മൾ അതിന് മാത്രം റെഡിയല്ല. ഒരു മഹാന്റെ അടുത്ത് അസ്രായേൽ വന്നിട്ട് റൂഹ് പിടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അസ്രായേലിനോട് പറഞ്ഞു, എത്താ അസ്രായേൽ ചോദിക്കുന്നത്, 40 കൊല്ലായിട്ട് ഞാൻ റെഡി ആയിട്ടൊക്കെ, വേഗം പിടിച്ചു പോടുന്നു. കണ്ടോ, ഒരുങ്ങാത്തവർക്ക് അത് നല്ലതല്ല, മഹാന്മാർക്ക് ഓക്കെയാണ്. അപ്പൊ നമ്മൾക്ക് ദീർഘായുസ് കിട്ടാൻ ദ്വാരക്കണം. നമ്മൾ ഷാബാനാണ് അതിന് പറ്റിയ മാസം. ദീർഘായുസ് കിട്ടണം, ഒരുങ്ങണം, മരണത്തിന് മുമ്പ് നമ്മൾ ഒരുങ്ങണം. അതാണ് 4ാമത്തെ പ്രത്യേകത. ഷാബാൻ ഒരുങ്ങേണ്ട മാസമാണ്. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട്, ഷാബാൻ ഒരുങ്ങേണ്ട മാസമാണ്, ഒരുങ്ങേണ്ട മാസമാണ് ഷാബാൻ. കാരണം ഇനി നമുക്ക് സമയമില്ല, റമദാനായി. ഷാബാൻ ഒരുങ്ങേണ്ട മാസമാണ്. നമ്മൾ ചെയ്ത അമലുകളെ നമുക്ക് ആഖിറത്തിൽ ഉണ്ടാവുള്ളൂ, വേറെ ഒരു സാധനം ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല. യത്ബഉൽ മയ്യത്ത അമലുഹു, മയ്യത്തിന്റെ കൂടെ അവനവൻ ചെയ്ത സുഹൃതങ്ങളെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം കുടുംബക്കാര് ചിലപ്പോ ഖബർ വരെ വരുമായിരിക്കും. സ്വത്ത് നമ്മൾ മെരിക്കലോടുകൂടി ചെവി നില മുഴുവൻ സ്വർണ്ണ ഉമ്മാമന്റെ ദൂരും എല്ലാം ഊരും. ഉപ്പ എപ്പം കെട്ടുന്ന വാച്ച് ഉണ്ടല്ല, അത് ഊരണ്ടാന്നൊന്നും ഒരു മനുഷ്യൻ വിചാരിക്കൂല. ഉപ്പാന്റെ ഫോണ് സിം അയച്ചിട്ട് മക്കൾ ഉപയോഗിക്കും. മക്കൾക്ക് ഫോൺ ഉണ്ടല്ലോ, അപ്പൊ ഉപ്പാന്റെ ഫോൺ എന്താക്കണ്ടെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ചെറിയ ഫോൺ വേണം, അത് ഞാൻ അന്നേ വാങ്ങാൻ നിൽക്കേന്ന് ഓന് ഏതെങ്കിലും ഒരു മോമ്പടായി പറഞ്ഞിട്ട് അത് ഉപയോഗിക്കും. ഒരു സ്വത്തും ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. യത്ബഉൽ മയ്യത്ത അമലുഹു, നമ്മളെ കൂടെ നമ്മൾ ചെയ്ത അമലേ ഉണ്ടാവുള്ളൂ. ഒരാൾ മരിച്ച നാട്ടുകാർ ചോദിക്കലെന്നാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
നാട്ടുകാർ ചോദിക്കല് അല്ലാ പെൺമക്കളിൽ ഉണ്ടല്ലോ അല്ലെ, എന്തൊക്കെ സ്വത്തെല്ലാം ഉണ്ടാ, അങ്ങനെയാ നാട്ടുകാർ ചോദിക്കല്. അബൂ ഹുറൈറ എന്ന് പറയുന്നതാണ്, ഒരാൾ മരിച്ച നാട്ടുകാർ മൊത്തം ചോദിക്കും ഇനിയും കെട്ടിക്കാൻ രണ്ട് പെൺകുട്ടികൾ ഉണ്ടല്ല, എന്തെങ്കിലും സ്വത്തെല്ലാം ഉണ്ടാ ആജിയാർക്ക് അല്ലെങ്കിൽ ആ ചെറുപ്പം, അങ്ങനെ ചോദിക്കാം. മലക്കൾ ചോദിക്കൽ എന്താ അറിയാം, എന്തെങ്കിലും ഖബറിലേക്ക് ഉണ്ടാക്കി വെച്ചിനോ, അതാ ചോദിക്കുക. മലക്കൾ അങ്ങനെ ചോദിക്കുക. ഷഅബാൻ എന്ന് പറയുന്ന മാസം ഒരുങ്ങണ്ട മാസമാണ് എന്ന് ചുരുക്കം. ഷഅബാൻ എന്ന മാസം ഒരുങ്ങണ്ട മാസം. നമ്മൾ ചെയ്ത അമലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഷഅബാൻ ഒരുങ്ങണ്ട മാസമാണ് എന്ന് പറയുമ്പോൾ ഇനി എന്താ ഒരുങ്ങണ്ടത് എന്ന് പറയണം അല്ലെ. നാലാമത്തെ പ്രത്യേകത അതാണല്ലോ പറഞ്ഞത്. അത് നമുക്ക് ഹദീസ് വായിക്കാം. ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത് മാകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു മിൻ ഷഹരിൻ മിനസ് സനത്തി അക്സറു മിൻ ഷഅബാൻ. ബുഖാരിന്റെ ഹദീസ്. ഷഅബാൻ മാസത്തിൽ നോമ്പോക്കുന്ന അത്ര, സുന്നത്ത് നോമ്പോക്കുന്ന അത്ര വേറൊരു മാസത്തെ ഞാൻ കണ്ടിട്ടില്ല. ഐഷബി പറയാം, ബുഖാരിന്റെ ഹദീസ്. ഈ ഒറ്റൊരു ഹദീസ് മതി ഷഅബാൻ എന്താണ് എന്ന് മനസ്സിലാവാൻ. അത്രയും തങ്ങൾ ഉന്മേഷം കാണിക്കുന്ന ഒരു മാസമാണ് ഷഅബാൻ. നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, റജബ് തുടങ്ങിയാൽ ഒരു കാറ്റ് വീശും ആത്മീയമായിട്ട്. കാരണം അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് എന്നുള്ള ദുആലം കേൾക്കുമ്പോൾ പിന്നെ അത് തണുത്തു പോവും. എന്നിട്ട് റമദാൻ ആകുമ്പോ അത് ഉണരും. അതിന്റെ ഇടക്ക് അശ്രദ്ധവാന്മാരാകുന്ന, അശ്രദ്ധയാകുന്ന ഒരു മാസമാണ് ഷഅബാൻ എന്ന് തങ്ങൾ പറയുന്ന ഹദീസ് കിതാബുകളിൽ കാണും. ഷഅബാൻ അധികം ആളും മൈൻഡ് ആക്കൂല. റജബിന്റെ ഒരു രണ്ടാഴ്ച എല്ലാം പിന്നെയും റജബെല്ലാം തുടങ്ങിയല്ല അതുണ്ടാവുമായിരിക്കും. ഷഅബാനെ വല്ലാണ്ട് മൈൻഡ് ആക്കൂല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നോമ്പ് വെച്ചിട്ട് എല്ലാരും മൈൻഡാക്കാത്ത ആ മാസത്തിൽ ഞാൻ മൈൻഡാക്കാണെന്ന് തങ്ങൾ പറയുന്നുണ്ട്. അത് നോമ്പെടുത്തിട്ടാണ് തങ്ങൾ ഷഅബാനെ ഹയാത്താക്കുന്നത്. ഏറ്റവും വലിയ ഇബാദത്താണല്ലോ നോമ്പ്. ഇബ്നു മാജന്റെ ഹദീസ് ഉണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഷഅബാന കുല്ലഹു ഹത്താ യസ്ലഹു ബി റമളാൻ. റമളാൻ വരെ തുടർച്ചയായി നോമ്പ് വെക്കും തങ്ങൾ ഷഅബാനിൽ. നോമ്പ് എന്ന ഇബാദത്ത് ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഇബാദത്താണല്ലോ. അതാണ് തങ്ങൾ ഷഅബാനിൽ സെലക്ട് ചെയ്ത ഇബാദത്ത്. പറ്റുവാണെങ്കിൽ നമ്മൾ നോമ്പ് നോക്കണം. സ്ഥിരം നോമ്പ് നോക്കാത്ത ആൾക്കാർ ഷഅബാൻ 15 ശേഷം സുന്നത്ത് നോമ്പ് എടുക്കരുത്. അത് അതിന്റെ മസല. സുന്നത്ത് നോമ്പാണ്, ഖളാ വിട്ടാനുള്ളൊക്കെ വേഗം നോറ്റ് വീട്ടണം. ഖളാ വിട്ടാനുള്ള മുഴുവൻ സ്ത്രീകളും വേഗം നോറ്റ് വീട്ടണം. റമദാന്റെ ലാസ്റ്റ് വരെ വെച്ചേക്കരുത്. ഇത്രയും കാലം ഉണ്ടായിട്ട് ആകെ ഒരു 5-8 നോമ്പേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ ഉരുട്ടി 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 ഇബാത്തൊക്കെ വേഗം ചെയ്ത് തീർക്കണ്ടേ. എപ്പം മരിക്കലെന്ന് പറയാൻ കഴിയില്ല. കഥ ആവലോടുകൂടി അല്ലെങ്കിൽ ബാക്കി ഉണ്ടായിരിക്കാൻ മരിക്കുക ഭയങ്കര പ്രശ്നമല്ലേ. അത് പിന്നീട് ബുദ്ധ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ അലസമായ മറുപടി ഒന്നും നമ്മൾ പറയരുത്. ഷാബാന് ഈ അമലുകള് അള്ളാഹുലേക്ക് കൊല്ലത്തിൽ, വർഷത്തിൽ അള്ളാഹുലേക്ക് അമലുകൾ ഉയർത്തപ്പെടും. ആ അപ്പൊ പറഞ്ഞു വന്നതേ,
ഷഅബാനിൽ നമ്മുടെ ഡാറ്റ അള്ളാഹു എടുക്കും, എല്ലാ ഡാറ്റയും എടുക്കും, മൊത്തത്തിൽ ഒരു വർഷത്തെ നമ്മളെ കുറിച്ച് കണക്കാക്കുകയും ഷഅബാനിലാണ്. അതാണ് ഹദീസിലുണ്ടല്ലോ, ഇമാം ബൈഹഖിയുടെ ഹദീസിലുണ്ട്, തുഖ്തഉൽ ആജാലു മിൻ ഷഅബാൻ ഇലാ ഷഅബാൻ. ഒരു ഷഅബാൻ മുതൽ മറ്റേ ഷഅബാൻ വരെ ഇയാളുടെ ആയുസ് മൊത്തം കണക്കാക്കും. ഹത്താ ഇന്നർ റജുല, ഒരാളെ കുറിച്ച് ഇയാൾ കല്യാണം കഴിക്കോ, മക്കൾ ഉണ്ടാവോ, എല്ലാം ഇയാൾ ഈ വർഷം മരിക്കുമോ, ഇതെല്ലാം കണക്കാക്കുന്നത് ഷഅബാനിലാണ്. അള്ളാഹുവെ, നിന്റെ പൊരുത്തത്തിലുള്ള ആയുസ് നമുക്ക് നൽകണേ റഹ്മാൻ. അതേ വേണ്ട നമുക്ക്, അള്ളാഹ് പൊരുത്തപ്പെടുന്ന ആയുസ് കിട്ടണം. നമ്മളെ തീരുമാനാക്കുന്ന മാസം, നമ്മൾ തീരുമാനമാകുന്ന മാസം, നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. റബ്ബിന്റെ തീരുമാനം നല്ലത് വരും. തീരുമാനാക്കുന്ന മാസത്തില് നോമ്പൊക്കെ നോക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, എന്നാൽ നമ്മളെ കുറിച്ച് അള്ളാഹു നല്ല തീരുമാനം എഴുതും. അതാണ് തങ്ങള് നോമ്പോക്കുന്നതിന്റെ കാരണം പറയുമ്പോ പല സ്ഥലത്തും ഉത്തരം പറയണത് അമൽ ഉയർത്തപ്പെടുന്ന ദിവസമാണ് തിങ്കൾ, വ്യാഴം, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നോമ്പോക്കുന്നത് എന്ന്. പല സ്ഥലത്തും അത് കാണും. ഈ നോമ്പുള്ള ദിവസം നമ്മുടെ അമൽ ഉയർത്തപ്പെടുമ്പോൾ അന്നൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ അള്ളാഹുവിന്റെ അടുത്ത് പ്രത്യേക പരിഗണന ഉണ്ടാവും. അതുകൊണ്ട് ഇത് ഷാബാന്റെ ഒരു ആമുഖാണ്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കിതാബ് പറയാ, ഫയ അയ്യുഹൽ ഗാഫിൽ, ഫയ അയ്യുഹൽ ഗാഫിൽ, അശ്രദ്ധമായി ജീവിക്കുന്ന ഓ മനുഷ്യ, ഫഹദർ അൻ തുസ്ലബ അല മുവാഫഖത്തി ഹവാക്ക, നിന്റെ തെറ്റുകുറ്റങ്ങളിലായി നീ ജീവിക്കുമ്പോ നിന്നെ മരിപ്പിക്കുമോ എന്ന് നീ പേടിക്കണം. തെറ്റും ചെയ്ത് നിന്നെ കൊണ്ടുപോകുന്നത് സൂക്ഷിക്കണം. വിജയിക്കേണ്ടത് ഇവിടെ കുറെ അടിച്ചു പൊളിച്ചിട്ടല്ല, മറിച്ച് ലൈസ സഈദുല്ലദി ദുനിയാഹു തുസ്ഇദുഹു ഇന്ന സഈദല്ലദി യൻജു മിനൻ നാരി. ലൈസ സഈദുല്ലദി ദുനിയാഹു തുസ്ഇദുഹു ഇന്ന സഈദല്ലദി യൻജു മിനൻ നാരി. മഹാന്മാര് പറയാ, നീ ഇവിടെ വിജയിക്കുക എന്നുള്ളതല്ല നിന്റെ വിജയം, മറിച്ച് ഇന്ന സഈദല്ലദി യൻജു മിനൻ നാരി, നരകത്തുനിന്ന് രക്ഷപ്പെടാൻ മാത്രം നിന്റെ ശരീരത്തിന് നീ പാകപ്പെടുത്തുന്നതാണ് നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി. അതാണ്. അപ്പൊ നമ്മൾ മാറണം, ഒരു ചേഞ്ച് വേണം. ഇന്നത്തെ ക്ലാസ്സിന് നിങ്ങൾക്ക് ചേഞ്ച് എന്ന് പേരിടാം. അങ്ങനെ ഗ്രൂപ്പാക്കണ്ട, നമുക്ക് ചേഞ്ച് ആവണം, നമുക്കൊരു മാറ്റം വേണം. എത്ര വയലാ നമ്മൾ കേട്ടത് ജീവിതത്തിൽ, എത്ര വയൽ. കേട്ട വയലുകളുടെ ഡാറ്റ എടുത്ത് നോക്കി, എത്ര സദസ്സുകളാണ് ഓഫ്ലൈനിലും ഓൺലൈനിലും നമ്മൾ പങ്കെടുത്തത്. എത്രയാ റബ്ബ് ചാൻസ് തന്നത്. എത്ര രാത്രിയാണ് നമ്മളോട് പാതിരാക്ക് അള്ളാഹു വിളിച്ച് ചോദിക്കുന്നത്, ഫഹൽ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നുണ്ടോ, ഞാൻ നിനക്ക് തരാം. എത്ര രാത്രിയാണ് നമ്മൾ അള്ളാഹു വിളിച്ചത്. എത്ര തൗബന്റെ വാതിലാണ് നമുക്ക് മുന്നിൽ അള്ളാഹു തുറന്നു തന്നത്. പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എത്ര വയലുകൾ നമ്മൾ കേട്ടു, എത്ര സദസ്സുകൾ നമ്മൾ പങ്കെടുത്തു, എത്ര രാത്രിയാണ് നമ്മൾ അള്ളാഹു വിളിച്ചത് തൗബ ചെയ്യാൻ, പാപം പുറത്തേരാൻ. ഓരോ രാത്രിയും പാതിരാത്രിയാകുമ്പോ, അത്താഴ സമയമാകുമ്പോ, രാത്രിയുടെ പകുതി കഴിയുമ്പോ ഒന്നാം ആകാശത്തേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിയിട്ട് ചോദിക്കൂല, ഹൽ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും പാപമോചനം തേടുന്നുണ്ടോ എന്നോട്. എത്ര രാത്രിയായി അള്ളാഹ് വിളിക്കുന്നു, എത്രയാ വാതില് തൗബന്റത് തുറന്നത്. ഇനി ഒറ്റ ചോദ്യം കൂടി, അള്ളാഹ് ഇനി എന്താ ചെയ്യേണ്ടത് നമ്മളോട്? എന്താ നമ്മളോട് ചെയ്യേണ്ടത്? തെറ്റ് എല്ലാം ചെയ്യാ, എന്നിട്ട് അള്ളാഹ് എല്ലാം പുറത്തുതരാൻ ചാൻസും തരാം. ഇനി എന്താ അള്ളാഹ് നമ്മളോട് ചെയ്യേണ്ടത്? ഈ ഷഅബാനിൽ ചോദിക്കുന്ന ചോദ്യ മഹാന്മാര്. എന്നിട്ടും തെറ്റ് ചെയ്യാൻ തന്നെയാണോ പ്ലാന്, പദ്ധതി? ആരോടാ ഈ വാശി തീർക്കുന്നത്? അള്ളഹാനോടാണോ ഈ വാശി നമ്മൾ തീർക്കുന്നത്? മഹാന്മാര് ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ. ഷഅബാൻ ഒരു ചേഞ്ചിന്റെ മാസമായിട്ട് കണക്കാക്കുക. ഷഅബാൻ ഒരു ചേഞ്ചിന്റെ മാസമാണ്.
നീ ഒന്ന് പള്ളി മൈതാനിയിൽ പോയി നോക്കുക. പള്ളി മൈതാനിയിൽ പോയി നോക്കുക. എന്നിട്ട് സലുൽ മഖാബിറ ബി അൽസിനത്തിൽ ഫിക്റ, ചിന്തയുടെ നാവ് കൊണ്ട് അവിടെ കിടക്കുന്ന മയ്യത്തുകളോടൊന്ന് ചോദിക്കുക. തുജീബുക്കും ബി അൽസിനത്തിൽ ഇബ്റ, ആശയങ്ങളുടെ ഉത്തരങ്ങൾ അവർ നിനക്ക് തരും. നീ അവരോട് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്? ജീവിതത്തിലെ മുഴുവൻ ആഗ്രഹം പൂർത്തിയാക്കിയിട്ട് തന്നെയാണോ മരിച്ചത്? ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളോട് എന്താ പറയാനുള്ളത്? അവര് പറയും, മരണത്തോടെ മുഴുവൻ സുഖവും തീരും മോനെ. എത്ര മോഹങ്ങൾ വെച്ചിട്ടുണ്ട് ജീവിതത്തിൽ. നമ്മളോട് ഇടക്ക് ചോദിക്കുക, ഞാൻ ഇത്ര കാലം ജീവിച്ചു, എത്ര കാലമായി ജീവിക്കുന്നത്? വയസ്സെത്ര? 45. ഇനി ഒരു 45 കൊല്ലം ജീവിക്കോ നീ? ഇല്ല. 35? സാധ്യതയില്ല. 25? ഒരു സാധ്യതയുമില്ല. 15? അറിയില്ല. 10? അറിയില്ല. ഇല്ലല്ലോ. 5 കൊല്ലം ജീവിക്കോ? അതും അറിയില്ല. 1 കൊല്ലം? അറിയില്ല. നാളെ രാവിലെ നീ ഉറക്കത്തുനിന്ന് എണീക്കോ? അതും അറിയില്ല. പിന്നെന്താ നീ നന്നാവാത്തത്? ഷാബാൻ ചോദിക്കുന്ന ചോദ്യ. ഉത്തരങ്ങൾ കിട്ടും. പള്ളി മൈതാനിയിൽ പോയിട്ട് ചോദിച്ചു നോക്കുക. മയ്യത്ത് പറഞ്ഞൊരു ഉത്തരം. ജീവിച്ചിരിക്കുന്നവരെല്ലാം അടിച്ചു പൊളിക്കുന്ന തിരക്കില. മരണത്തോടെ എല്ലാ സുഖവും നമുക്ക് നഷ്ടപ്പെടും. എല്ലാ സുഖവും. നമ്മൾ ചെയ്യേണ്ട ഒന്ന്, ഇനി ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറയാം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ ഖബറിലെ കൂട്ടുകാരനെ ഇപ്പോൾ തന്നെ കണ്ടെത്തണം. സെലക്ഷന്റെ കാലമാണ് ഈ കാലം. ഖബറിലെ കൂട്ടുകാരനെ കണ്ടെത്തുക. ആദ്യം പോയി കിടക്കേണ്ട ഖബറിലെ കൂട്ടുകാരനെ നമ്മൾ കണ്ടെത്തുക. കണ്ടെത്തിയിട്ട് വേറെ എന്തു നീ ചെയ്തു? ഖബറിലെ കൂട്ടുകാരനെ കണ്ടെത്തുക. 4 കാര്യങ്ങളാണ് ഖബറിൽ കൂട്ടുകാരായിട്ട് ഉണ്ടാവാൻ നമുക്കുണ്ടാവുക. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഇമാം ജറദാനി റഹിമഹുല്ലയുടെ ഫത്ഹുൽ അല്ലാം, മുർഷിദുൽ അനാമിന്റെ ഷറഹിൽ കാണാം. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഖബറിലെ കൂട്ടുകാരനെ കണ്ടെത്തല. ഒന്ന് ചെയ്യേണ്ടത് 4-ൽ 1, വൽ മുഹാഫദത്തു അല സ്വലവാത്ത്, 5 വക്ത് നിസ്കാരം കൃത്യം നിസ്കരിക്കുക. റജബിലെ മെഹറാജിന്റെ സന്ദേശം തന്നെ അതാണ്. 5 വക്ത് കൃത്യം നിസ്കരിക്കുക. അതാദ്യം ചെയ്യേണ്ടത്. ഒരൊറ്റ നിസ്കാരം ഖളാക്കരുത്. ഇശാ നിസ്കരിക്കാണ്ട് ഉറങ്ങരുത്. രാവിലെ എണീറ്റ് നിസ്കരിക്കാന്ന് വിചാരിക്കരുത്. അഥവാ ഖളായി പോയാൽ 100 കൊല്ലം നല്ല ജീവിതം നടന്നാലും ഖളാ തന്നെ. ഒരുപക്ഷെ പുറത്ത് കിട്ടും, പക്ഷെ അതിന്റെ ഒരു ബർക്കത്ത് കമ്മി ഉണ്ടാവും. ഒരൊറ്റ ഫർള് നിസ്കാരം 10,000 സുന്നത്ത് നിസ്കരിച്ചാലും ഒരു ഫർളാവൂല മനുഷ്യന്മാരെ. ഫർള നിസ്കാരത്തിന് അത്രയും ഗൗരവമുണ്ട്. ഒരാൾ ഒരു നിസ്കാരം ഖളായി, സുബഹി 7 മണിക്ക് നിസ്കരിച്ച്, എന്നിട്ട് തൗബ ചെയ്ത് നിസ്കാരം ഖളാ കിട്ടി, ഓക്കെ, അടുത്ത കൊല്ലം ഇതേപോലത്തെ ഡേറ്റ് വരുന്നവരെ ഒരൊറ്റ നിസ്കാരം ഖളാക്കാതിരുന്നാലേ അയാളെ സാക്ഷിക്ക് പറ്റുള്ളൂ എന്നാ. അയാൾ എന്തോ ഒന്ന് പോയിട്ടുണ്ട്. കിളി പോയി എന്നല്ല, അയാൾ ആത്മീയമായിട്ട് എന്തോ ഒന്ന് പോയിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഖബറിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൽ മുഹാഫദത്തു അല സ്വലവാത്ത്, കറക്റ്റ് നിസ്കരിക്കുക എന്നുള്ളതാണ്. വേറെ ഏത് വിഷയത്തിൽ നമുക്ക് കുറവ് വന്നാലും നിസ്കാരത്തിന്റെ വിഷയം ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനം. എന്ത് കല്യാണമല്ല, തിരക്കല്ല, പരിപാടിയല്ല, എന്ത് പ്രോഗ്രാം അല്ല, സംഘടനാ മീറ്റിംഗ് അല്ല, സർവ്വത് വന്നാലും ഫർള് നിസ്കാരം ഒരുറക്കം വരാത്ത, ഒരു മടിയാവാത്ത ഉന്മേഷ സമയത്ത് നിസ്കരിച്ച് തീർക്കണം. ഫർള് നിസ്കാരം അതാണ് ഏറ്റവും പ്രധാനം. അതിനേക്കാൾ മുഖ്യമായത് ലോകത്തൊരു ഇബാദത്തുമില്ല. ശരീരം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരം. കുറെ സ്വലാത്തും ദിക്റും ചെല്ലലല്ല, നിസ്കാരം കൃത്യാവുക. അസ്വലാത്തു മെഹറാജുൽ മുഅ്മിൻ, മുഅ്മിന് അള്ളാഹുലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ കോണിപ്പടി, അള്ളാഹുലേക്ക് എത്താനുള്ള മെഹറാജാണ് നിസ്കാരം. മെഹറാജിന്റെ രാത്രി കാര്യമായിട്ട് അള്ളാഹു കൊടുത്ത സമ്മാനാണ് നിസ്കാരം.
സിറാത്തു പാലത്തിൽ കേറിയ ഉടനെ മലക്കൾ വന്നിട്ട് ചോദിക്കല് നിന്റെ നിസ്കാരം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ. അത് മര്യാദക്കില്ലെങ്കിൽ നീ നടക്കണ്ടെന്ന് അതിന്റെ അർത്ഥം. അവിടെ തന്നെ തള്ളിയിടും. ഇബ്നു അബ്ബാസ് തങ്ങളുടെ വിശദീകരണം തഫ്സീർ സമർക്കന്തിയിലുണ്ട്. നിസ്കാരം മര്യാദക്കായിരിക്കണം. ബാക്കിയൊക്കെ എന്തുണ്ടെങ്കിലും അള്ളാഹു നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് പുറത്തു തരും, കണ്ണ് ചിമ്മും എന്നൊക്കെ പറയാം. നിസ്കാരം അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഒരു കാരണവശാലും നമ്മളെ നിസ്കാരം മിസ്സാൻ പാടില്ല. ഖബറിൽ കഴിച്ചലാവാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നിസ്കാരം. 2, ഖബറിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴികളിൽ രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ സ്വതക്കയാണ്. സ്വതക്ക നല്ലോണം സ്വതക്ക കൊടുക്കണം. ഇതിങ്ങനെ കയ്യിൽ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്തപ്പോ കാര്യം? ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാല് ഉപ്പാരെ വാച്ച് അയച്ചോണ്ട് പോകും, ഉമ്മാരെ കമ്മൽ അയച്ചോണ്ട് പോകും, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന സ്വതക്ക തന്നെ നമുക്ക് കൂടുതൽ ഉപകരിക്കുക. സ്വതക്കയാണ്, നല്ലോണം സ്വതക്കയാണ്. കൊടുത്തതിന്റെ പേരിൽ ഒരു ദാരിദ്ര്യം വരൂല എന്ന് റസൂലുള്ള പറഞ്ഞതാണ്. സ്വല്ലല്ലാഹു. ഇനി വേറെ ആരെങ്കിലും പറഞ്ഞതാ വിശ്വാസമെങ്കിൽ അത് വിശ്വസിച്ചോ. തങ്ങൾ പറഞ്ഞല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്ത് ഇല്ലായ്മ പേടിച്ചിട്ട് നീ കൊടുക്കാതിരിക്കരുത്. അല്ല പറഞ്ഞല്ല പകരം തരും, പിന്നെ ഇതിനെ പേടിക്കേണ്ട ആവശ്യം. അല്ല പറഞ്ഞല്ല സ്വതക്ക കൊടുക്കണം. ആലിമീങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുക്കുന്നവര് എന്ന് ചിലപ്പോൾ തോന്നിപ്പോവാറുണ്ട്. അവർക്കുള്ള കുറച്ചാണെങ്കിലും സുൽത്താനുലുൽമനെയും കൻസുലുൽ മുസ്താഹിനൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയണത്. എത്രയാ കൊടുക്കല് റഹ്മാന്, എത്ര കൊടുക്കല്. കൊടുക്കൽ എന്ന് പറഞ്ഞ പേരും കൊടുക്കല. എന്തെങ്കിലും ചെറുതോ വലുതോ കൊടുത്തോണ്ടിക്കോ അവരൊക്കെ നല്ല കൊടുക്കും. സ്വതക്ക കൊടുക്കണം. ഖബറിൽ വെളിച്ചം. 3, ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ഖബറിൽ ഭയങ്കര വെളിച്ചം. അവസാന കാലമാകുമ്പോ എല്ലാ ഇബാദത്തും കൂടും, പക്ഷെ ഖുർആൻ പാരായണം കുറയും. നിങ്ങൾ നോക്കിക്കോ, ഉമ്മാമ എല്ലാം ഓതും, പക്ഷെ +2 മോള് തബാറക്കേ ഓതുള്ളൂ. ഓതുന്നെങ്കിൽ അകന്നെ ഓതിയ വലിയ സംഭവമായിരിക്കും. ഇപ്പോഴത്തെ +2 പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കല്ലോ ഒരു തബാറക്ക് ഓതിയാൽ തന്നെ ഓനെന്തോ 2 ഖത്തം തീർത്ത കളിയാ കളിക്കല്. എന്നാലും ഉമ്മാമ അള്ളാഹ് ദുഃഖാൻ ബാക്കിയുണ്ടല്ലോ എന്ന് പറയും. കണ്ട, ഖുർആൻ ഓതണം. ഖുർആൻ ഓതിയാൽ ഖബറിൽ ഭയങ്കര വെളിച്ചായിരിക്കും. പ്രത്യേകിച്ച് സജദ, അലിഫ്ലാമീൻ സജദയും തബാറക്കയും, അത് 2 ഓതാതെ റസൂലുള്ള ഉറങ്ങാറില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിലുണ്ട് അത് 2 ഓതാതെ ഉറങ്ങാറില്ല. ഈ 2 സൂറത്തിനുള്ള പ്രത്യേകതയാണ് ഖബറിൽ വെളിച്ചം. ഈ അലിഫ്ലാമീൻ സജദക്ക് വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്. അലിഫ്ലാമീൻ സജദയിലെ ഓരോ ആയത്ത് ഓതുന്നതിനനുസരിച്ച് സ്വർഗത്തിൽ ഓരോ വീടുണ്ടാവും, ഓരോ റൂം ഉണ്ടാവും, ഓരോ വീട്ടിലെ റൂം ഉണ്ടാവും. അലിഫ്ലാമീൻ സജദക്കും പ്രത്യേകതയാണ് ഖബറിൽ വെളിച്ചുണ്ടാവും എന്നുള്ളത്. കൂടുതൽ ഹദീസ് വന്നത് തബാറക്കന്റെ വിഷയത്തിലാണ്. ഖബറിൽ രക്ഷപ്പെടാനുള്ള വഴികൾ പറയുമ്പോൾ പറയുന്നുണ്ട്, വൽ മുലാസിമീന തബാറക്കൽ മുൽക്ക് കുല്ല ലൈലത്തിൻ. തബാറക്ക സൂറത്ത് എല്ലാ രാത്രിയും ഓതുന്ന ആൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. മിൻ ഹീന ബുലൂഗിൽ ഖബരി ലഹും. തബാറക്ക് ഓതിയാൽ ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല എന്നുള്ള ഹദീസ് കേട്ടത് മുതൽ ഓതിയാ മതി. ആ ഹദീസ് എപ്പോഴാണോ ഒരാൾ കേൾക്കുന്നത് അന്ന് മുതൽ അയാൾ ഓതിയാൽ അയാൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, ഒരാൾ 35 വയസ്സ് മുതൽ കേട്ടിട്ടുണ്ട്, അപ്പോ അയാൾ 35 വയസ്സിന് മുമ്പുള്ള കാലത്ത് ഓതിയിട്ടില്ല എന്ന് ടെൻഷനൊന്നും അടിക്കണ്ട. കേട്ട അന്ന് മുതൽ രാത്രി ഓതിയാൽ മതി. എന്നാൽ സ്ഥിരം ഓതുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. ഇനി ഒരാൾ 65 വയസ്സിലാണ് ഒരു വയലിൽ കേൾക്കുന്നത്, അയാൾ കേട്ട് പിറ്റേന്ന് തന്നെ മരിച്ച്, അയാൾ ഒറ്റ രാത്രിയെ തബാറക്ക് ഓതിയിട്ടുള്ളൂ, മതി. മതി 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 മതി. ആ ഹദീസ് എപ്പോൾ കേൾക്കുന്നോ അന്ന് ഓതിയാൽ മതി. അന്ന് മുതൽ ഓതിയാൽ അയാൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. അന്ന് മുതൽ ഓതണോ. വൽമുറാദു ബിൽ മുലാസമത്തി ബിഹ, സ്ഥിരമായിട്ട് ഓതണം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഫി ഗാലിബിൽ ലയാലി,
മിക്കവാറും രാത്രി മൂപ്പര് ഓതിയിട്ടുണ്ട്. 88 കൊല്ലത്തിന്റെ ഇടയിൽ ഏതോ 2 രാത്രി എന്തോ കല്യാണ തിരക്കിലോ അസുഖമായിട്ടോ മിസ്സായി പോയി. അത് ഫലായ തർക്കു മറത്തൻ ലിഉദ്രിൻ, ഏതോ ഒരു കാരണം കൊണ്ട് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ഒഴിവായി പോയി. അതുകൊണ്ട് കബറിൽ ശിക്ഷയൊന്നും ഉണ്ടാവില്ല, അയാൾക്ക് ആ നേട്ടം ഉണ്ടാവും. സവാഉൻ ഖറഅഹ ഇൻദൻ നൗമി ഔ ഖബല ദാലിക, ഉറങ്ങുന്നതിന് മുമ്പ് ഓതട്ടെ, ഉറങ്ങുന്നതിന്റെ സമയത്ത് ഓതട്ടെ, ഇശാമൈരുവിന്റെ ഇടയിൽ ഓതട്ടെ, രാത്രി ഓതിയാൽ മതി, അത്രയേ ഉള്ളൂ. ഷമൈരുവിൻ എന്റെ ഇടയിൽ ഓതലാണ് അഫ്ളല്. തുൽമിന്റെ ഇബാറത്തിന്റെ സിയാക്കുന്നൊക്കെ അങ്ങനെ മനസ്സിലാണ്, അങ്ങനെ അഫ്ളല്. എന്നാലും ഉറങ്ങുന്നതിന് ഓതിയാൽ മതി, ഉറങ്ങുന്ന സമയത്ത് ഓതിയാലും മതി, ഉറങ്ങുന്നതിന്റെ തൊട്ടും മതി, രാത്രി ഓതിയാൽ മതി. അയാൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. റസൂലുള്ളാന്റെ ഗ്യാരണ്ടി അല്ലേ. അയാൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വിചാരിക്കാം, എന്നിട്ട് ഈ തബാറക്ക് എപ്പം കൊണ്ട് നടക്കുന്നവനാണെങ്കിൽ ഇനി ആര് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ മുത്തുനബി വരൂലേ രക്ഷപ്പെടുത്താൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാന്റെ വാക്കല്ലേ, റസൂലുള്ളാന്റെ വാക്കല്ലേ. തുഞ്ചി അദാബിൽ ഖബർ. അതുകൊണ്ടല്ലേ അൽ മുൻജിയാണ് ഈ സൂറത്തിന് പേര് വന്നത്. ഭയങ്കര പവറല്ലേ. ഇതൊക്കെ എങ്ങനെയാ നമ്മൾ ഓതാതിരിക്കുന്നത്? 30 ആയത്തല്ലേ ഉള്ളൂ. ഖബറിൽ രക്ഷപ്പെടാനുള്ള 4ാമത്തെ കാര്യം കസറത്തു തസ്ബീഹ്, നല്ലോണം തസ്ബീഹ് അല്ലണം. ഇടക്കിടക്ക് തസ്ബീഹ്സ്കരിക്കുക. ഷാബാനൊക്കെ ആയില്ലേ, ഇടക്കിടക്ക് തസ്ബീഹ്സ്കരിക്കുക. നല്ലോണം തസ്ബീഹ് അല്ല. മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് ഒള്ളോടുത്ത് വെക്കുക, എന്നിട്ട് ഒരു 10-25 തസ്ബീഹ് അല്ല നല്ല ജീവിതത്തിലേക്ക് വരും. ഷാബാനൊക്കെ ആയില്ലേ. ആ പെണ്ണുങ്ങന്മാർക്കെല്ലാം സൗകര്യമല്ലേ അത് കൂടുതൽ. മഗ്‌രിബിന് മുമ്പ് തന്നെ ഒള്ളോടുത്ത് വെച്ചാല് ജീവിതത്തിൽ കുറെ നേട്ടങ്ങളുണ്ട്. അതിലൊന്ന് ചീനളിഞ്ഞ മയ്യത്തായിട്ട് മരിക്കൂല, ഒരു കെട്ടുനാറിയ മയ്യത്ത്. അള്ളാഹു കാക്കട്ടെ. മഗ്‌രിബിന് മുമ്പ് തന്നെ ഒള്ളോടുത്ത് വെക്കണം. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ഒള്ളു കൊടുക്കണമെന്നല്ല, മഗ്‌രിബ് ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഒള്ളു ഉണ്ടാവണം. ഭയങ്കര ബെനിഫിറ്റ് അത്. നേരത്തെ ഒള്ളോടുത്ത് വെച്ചാൽ ഒരുപാട് നേട്ടമുണ്ട്, പ്രത്യേകിച്ച് മഗ്‌രിബിന്. തസ്ബീഹ് അല്ല, നല്ലോണം തസ്ബീഹ് ചെല്ലേണ്ട മെയിൻ സമയമാണ്. ഒന്ന് മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ്, രണ്ടാമത്തത് സുബീന്റെ ശേഷം. ഉദുബൻ വഅശിയൻ സ്വബാഹൻ വ മസാഅൻ, രാവിലെയും വൈകുന്നേരം തസ്ബീഹ് ഇല്ല. വഹാദിഹിൽ അഷ്യാവും, ഈ 4 കാര്യങ്ങൾ, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ തുളിഉൽ ഖബറ വ തുവസ്സിഉഹു, ഖബറിനെ വെളിച്ചമാക്കുകയും ചെയ്യും, ഖബറിനെ വിശാലമാക്കുകയും ചെയ്യും. അപ്പൊ 2 കാര്യം ഇനി പഠിക്കണം. വേറെന്തോ വിചാരിച്ചിട്ട് ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ആ വിചാരിച്ചൊന്നും കിട്ടൂല കേട്ടോ. നമുക്ക് വളരെ ഉപകാരമുള്ള, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആശയങ്ങൾ കിട്ടുന്ന കുറച്ച് പോയിന്റുകളാണ് ഇന്ന് പറയുന്നത്. ഖബറിലെ കൂട്ടുകാരനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ പോയിന്റ്. ഖബറിലെ കൂട്ടുകാരനെ കണ്ടെത്തുക. ഖബർ വെളിച്ചാവും ചെയ്യേണ്ട 4 കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഖബർ വെളിച്ചാവൽ എങ്ങനെ, വിശാലാവൽ എങ്ങനെ എന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നതിന് മുമ്പ് അതിന്റെ ഇടയിൽ കയറി വരുന്ന ഒരു പോയിന്റിലേക്ക് വരികയാണ്. 4 കാര്യങ്ങൾ ഒഴിവാക്കണം, എന്നാൽ ഖബറിൽ രക്ഷപ്പെടാം. ആ 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഈ വയലെല്ലാം പറയുന്നെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. 4 കാര്യങ്ങൾ ഭയങ്കര പ്രശ്നം, ഖബറിൽ അടുപ്പിക്കൂല. 4 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തെറ്റ് അതിലൊന്ന് വന്നാൽ ഖബറിൽ കുടുങ്ങും. വഅമ്മൽ അർബഅത്തുല്ലത്തി യജ്തനിബുഹ, ഒഴിവാക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്ന് ഫൽ കദിബു, കളവാണ്. കളവറിയരുത്, കളവ് പ്രചരിപ്പിക്കരുത്, അറിയാത്ത വീഡിയോ ഷെയർ ചെയ്യരുത്, കളവറിയരുത്. ഇന്ന സ്വലാത്ത് ചൊല്ലിയാൽ 8 ലക്ഷം കൂലി, അറിയില്ലെങ്കിൽ മിണ്ടാണ്ടെന്നോണം, പറയാൻ നിൽക്കരുത്, ഒന്നും പറയരുത്. കളവ് പറയാനേ പറ്റൂല. കളവ് പറയരുത്, ഭാര്യനോട്, ഭർത്താവിനോട്, മക്കളോട് പറയരുത്. കളവ് പറയാനേ പറ്റൂല. കളവ് ഭയങ്കര പ്രശ്നമാണ്. കളവിന്റെ വേറെയും പ്രശ്നമുണ്ട്. കളവ് പറഞ്ഞാല് ജീവിതത്തിൽ ഉള്ള എല്ലാ ബർക്കത്തും അള്ളാഹു ഡിലീറ്റ് ആക്കും. രണ്ടാമത്തത് വൽ ഖിയാനത്ത്, വഞ്ചിക്കരുത്. വഞ്ചിക്കാൻ പാടില്ല, വഞ്ചന പറ്റൂല, വഞ്ചിക്കാൻ പറ്റൂല. കടം തിരിച്ചു തരാന്ന് പറയുന്നിട്ട് വഞ്ചിക്കുക, ബിസിനസ്സിൽ വഞ്ചിക്കുക, അങ്ങനെ. മൂന്നാമത്തെ നമീമത്ത്, നമീമത്ത് പറ്റൂല. നമീമത്ത് പറയും കൂടുതലായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടായില്ലേ നമീമത്ത്. ഫിത്തിനെ ഉദ്ദേശിച്ചിട്ട് വാക്ക് വേറൊരാളോട് പറയല്, അല്ലെങ്കിൽ ഒരു കൗലെടുത്ത് ഉദ്ധരിക്കല്, ഇതിനാണ് നമീമത്ത് എന്ന് പറയാം. ഓർക്കും ഉമ്മാരൊക്കെ അറിയാം, അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ലേ പറയുന്നത്. അങ്ങനെ എന്തെല്ലോ വെറുതെ ഫിത്തിനെ ഉദ്ദേശിക്കുക. നാലാമത്തത് വൽ ബൗൽ, മൂത്രം ശരിയാവണ്ണം ശുദ്ധിയാക്കാതിരിക്കൽ.
ഈ 4 പ്രശ്നം ഒഴിവാക്കണം. വളരെ പ്രധാനപ്പെട്ട ഇത് ശരിക്കും ശ്രദ്ധിച്ചിട്ട് അടിമുടി മാറണം, ചേഞ്ച് ഇഷ്ടപ്പെടണം എന്നൊരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ക്ലാസ് മതിയാവും. കാരണം മഹാന്മാരെ എഴുതി വെച്ചാലേ പറയും. ഈ 4 കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ 4 ശ്രദ്ധിക്കണം. എന്താണ് ഈ ഖബർ വെളിച്ചാവുക, ഖബർ വിശാലാവുക എന്ന് പറഞ്ഞാൽ? അതുകൂടി പറയാം. എന്താണ് ഖബർ വെളിച്ചാവുക, ഖബർ വിശാലാവുക? വമിൻ നഈമിഹി, ഒരു കിതാബിന്റെ ഇടയിലുള്ള ഇബാറത്ത് ആയതുകൊണ്ട് അതിൻ്റെതായ അതുണ്ടാവും കേട്ടോ. ഖബർ സുഖത്തിൽപ്പെട്ടതാണ് തൗസിഉഹു, ഖബർ വിശാലാവുക, ദിറാഅൻ വഇർലൻ, നീളത്തിലും വീതിയിലും, ആഴത്തിലും, വകദ തൂലൻ, വിശാലാവുക. കണ്ണത്താ ദൂരത്ത് നീളുണ്ടാവുക. ഇയാൾ നീളം വെക്കുകയും ചെയ്യില്ല, ഖബർ നീളം വെക്കും. ആഴം ഉണ്ടാവും, ആഴവും ഉണ്ടാവും, ആഴവും ഉണ്ടാവും, വീതി ഉണ്ടാവും, മൂന്നും ഉണ്ടാവും, മൂന്നും ഉണ്ടാവും. വയക്കൂനു ദാലിക ബഅദ സുആലി, ചോദ്യം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിശാലാക്കൽ ഉണ്ടാവുക. റസൂലുള്ളാന്റെ ബർക്കത്തുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു പെടുത്തട്ടെ. അതാണ് ഈ മഹാന്മാർ എണീറ്റ് നിസ്കരിക്കുന്നതൊക്കെ. സാധാ രീതിയിൽ എണീറ്റ് നിസ്കരിക്കാൻ നമ്മുടെ നാട്ടിലെ ഖബറിലൊന്നും കഴിയൂല. എണീറ്റ് എങ്ങനെ നിസ്കരിക്കല്? ആ ഖബർ വിശാലാവും, ഖബർ വിശാലമാണ്. അതാണ് ഖബർ വിശാലമാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ശരിക്കും പഠിക്കണം, എല്ലാം പഠിക്കണം. ഞാനിങ്ങനെ ഇപ്പൊ അടുത്ത് ചിന്തിച്ചിരുന്നു. ഞാൻ ഇപ്പൊ ഒരാളോട്, നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഷാർജയിലുള്ള ഒരു കൂട്ടുകാരനോട് പറയുകയും ചെയ്തിരുന്നു. ചില കിതാബിൽ നോക്കും ഇതെല്ലാം സാധാരണക്കാരായ പച്ച മനുഷ്യന്മാർക്ക് ഒരു കോഴ്സ് തന്നെ തുടങ്ങിയിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിക്കരുത്. കാരണം എല്ലാം ഖബറിന്ത്, ചോദ്യോത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, മീസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മലക്കളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പറഞ്ഞു പോയതോ പഠിച്ചു പോയതേ ഉള്ളൂ. ഒരു ബിൽജുംല എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എന്നാൽ നമുക്ക് കുറച്ചുകൂടി ഈമാൻ വർദ്ധിക്കും, ബസ്വാറത്ത് ഉണ്ടാവും. അപ്പൊ ഖബർ വിശാലാവുക എന്ന് പറഞ്ഞാൽ അതിന് 3 വിശാലതയും പറഞ്ഞു. ഇനി ഖബർ വെളിച്ചാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശരിക്കും ശ്രദ്ധിക്കണേ. ഖബർ വെളിച്ചാവുക എന്ന് പറഞ്ഞാൽ വമിൻ നഈമിഹി ഫതുഹു ത്വാഖത്തി ഫീഹി മിനൽ ജന്ന, സ്വർഗത്തുനിന്ന് ഒരു ഡോർ അയാൾക്ക് തുറന്നു കൊടുക്കും. യാ അല്ലാ, നീ ആ കൂട്ടത്തിൽ ഈ സാധുക്കളെ പെടുത്തണേ റഹ്മാനെ. എന്താണ് ആ വർത്താനം പറഞ്ഞത്? എന്താ നമുക്ക് ഇനി കിട്ടേണ്ട മനുഷ്യന്മാരെ? സ്വർഗത്തുനിന്ന് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടാ പിന്നെ അള്ളാഹ് വേറെ നിയമം നോക്കൂല. അള്ളാഹ്ക്ക് ആരോടാ ഈ നിയമം ചോദിക്കണ്ടി? സ്വർഗത്തിന്റെ ഡോർ അവർക്ക് തുറന്നു കൊടുക്കും ഖബറിലേക്ക്. ആ എത്ര മഹാന്മാരുടെ ചരിത്രത്തിൽ അത് കാണാൻ പറ്റും. 2 വംതിലാഉഹു ബിറൈഹാൻ, റൈഹാൻ പുഷ്പം അവരുടെ ഖബറിൽ മലക്കൾ വന്നിട്ട് വിതറും. ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം. അസ്ഹാബുൽ യമീനിലോ സാബിക്കീങ്ങളിലോ ഒക്കെ പെട്ട ആൾക്കാര് മരിക്കുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ സൂറത്തുൽ വാഖയിൽ പറയുമ്പോൾ മുതിർന്ന മഹാന്മാര്, വലിയ മഹാന്മാര് വഫാത്താകുമ്പോൾ പറയുന്നുണ്ട് ഫറൗഹുൻ, റൈഹാൻ എന്ന പുഷ്പം അയാൾക്ക് കൊടുക്കുന്നു, മണപ്പിക്കും. വജന്നത്തു നഈം, സ്വർഗത്തിന്റെ ഫോട്ടോവും കാണിച്ചു കൊടുക്കും. റൗഹ് എന്ന് പറഞ്ഞ ചെടീന്റെ പേരാണ്, റൈഹാൻ എന്ന് പറഞ്ഞ പുഷ്പാണ്, ജന്നത്തു നഈം സ്വർഗ ഫോട്ടോകൾ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇയാൾ അസ്രായേലിനോട് പറയത്രേ, അസ്രായേലേ ഇതായിരിക്കാം നിനക്കെന്നെ, എന്നാ പിന്നെ ഞങ്ങൾക്ക് മരിക്കണം. അതാണ് ഈ മഹാന്മാര് മരിക്കുന്ന സമയത്ത് അവർക്ക് ആഗ്രഹം മൂത്തു വരും. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു, ഒരാൾക്ക് അള്ളാഹിനെ കാണാൻ പൂതി കൂടിയാൽ, അതാണ് ഈ താജുൽ ഉലമയും കദ്ദുൽ ഉലമയില് വഫാത്താവുന്നതിന്റെ കുറെ കാലം മുമ്പ് അല്ലെങ്കിൽ എം എ ഹുസൈനെ കാണാൻ പോകുമ്പോൾ അവര് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് അള്ളാഹിനെ കാണണം. ചിത്താരി ഉസ്താദ് ചിലപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും 100 കണക്കിന് അനുഭവമുണ്ട്. അള്ളാഹ് നീ ആരാ, ഇനി ഞങ്ങൾക്ക് ഇന്നേ കാണണ്ടേ, ഞങ്ങൾക്ക് എല്ലാ പെണ്ണിന്റെ സുഖവും കിട്ടി, വീടിന്റെ സുഖവും കിട്ടി, ഫുഡിന്റെ സുഖവും കിട്ടി. പച്ച മലയാളത്തിൽ ചിത്താരിസ പറയുന്നത് ഇതാ എന്റെ ഈ ചെവി കൊണ്ട് ഞാൻ 100 കണക്കിന് തവണ കേട്ടിട്ടുണ്ട്. നീ ആരാണ് അള്ളാ, അങ്കി ഇനി ഇന്നെ കേട്ടണ്ടി, അങ്കി ഇന്നെ കിട്ടണമെന്നെല്ലാം പറയും. അള്ളഹാനോട് എന്തോ സുഹൃത്തിനോട് തന്നെ പറയുന്ന പോലെയാ ചിത്താരിസൊക്കെ പറയല്. താജുൽ വഫാത്താവാറായ ലാസ്റ്റ് കാലത്തെ സംസാരങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇനി നല്ല ലംഘുന്ന ഈമാനോടെ വഫാത്താവാൻ മൗത്താവാൻ നിങ്ങൾ ദ്വാരന്നാ മതി, വേറെ ഒന്നും വേണ്ട, ഇല്ലു കിട്ടി മതി, മതി 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 മതി. ഒരു ഘട്ടം കഴിഞ്ഞാൽ മതിയാവും, ഓർക്കല്ലോ. അത് ഓരോ ആരിഫീങ്ങളായോണ്ട്.
ഈ താജുല്ലുലും ആരിഫ് അല്ലെങ്കിൽ പിന്നെ ആരാ ആരിഫ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. വംതിലാഉഹു ബിർറൈഹാൻ, അവരുടെ ഖബറിൽ റൈഹാൻ പുഷ്പം ഇങ്ങനെ മലക്കൾ വന്നിട്ട് വിതറും. എത്ര ചെടി, എത്ര 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 ചരിത്രങ്ങൾ ഉണ്ടെന്ന് ഈ വിഷയത്തിലൊക്കെ പറയാൻ നേരമില്ല. എന്നിട്ട് വജഅലഹു റൗളത്തൻ മിൻ റിയാദിൽ ജന്ന, അവർക്ക് ശരിക്കും വരെ ഖബറ് സ്വർഗത്തിന്റെ ഒരു റൂം പോലെ സെറ്റ് ചെയ്യും മലക്കൾ വന്നിട്ട്. നിങ്ങൾ എന്താ വിചാരിച്ച് റിയാദുൽ ജന്ന ആക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വർഗപ്പൂന്തോപ്പാക്കണേ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കണേ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? എന്താ താല്പര്യം? ദിക്റിന്റെ മജ്‌ലിസ് സ്വർഗപ്പൂന്തോപ്പാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അഞ്ചർത്ഥമുണ്ട്. അഞ്ചർത്ഥം. അൽ ഫുതൂഹാത്തു റബ്ബാനിയ അലൽ അദ്കാരി നവാവിയയിൽ പറയുന്നുണ്ട് ഇബ്നു അല്ലാൻ. ഒരർത്ഥം, മലക്കൾ സ്വർഗത്തിൽ നിറച്ചുള്ള പോലെ ദിക്റിന്റെ മജ്‌ലിസിൽ ഉണ്ടാവും. രണ്ടാമത്തെ അർത്ഥം, സ്വർഗത്തിൽ എന്ത് ആഗ്രഹിച്ചാലും ദ്വാരുന്നാൽ കിട്ടുന്ന പോലെ ദിക്റിന്റെ മജ്‌ലിസിൽ എന്ത് ദ്വാരുന്നാലും കിട്ടും എന്നാണ്. അല്ലെ? അങ്ങനെ കുറെ അർത്ഥമുണ്ട്. ഈ ദുനിയാവിൽ 9 സ്വർഗപ്പൂന്തോപ്പുണ്ട്. 9. റൗലന്റെ മുറ്റം, പിന്നെ ദിക്റിന്റെ മജ്‌ലിസ്, ഇൽമിന്റെ മജ്‌ലിസ്, അങ്ങനെ കുറെ. ഓരോന്ന് തുടങ്ങിയാലും തീരാത്തോണ്ട് ഞാൻ ഇങ്ങനെ തുടങ്ങി പോണത്. ഇവിടെ പറയണത് എന്താ? ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കൊരു സ്വർഗത്തിൽ താമസിക്കുന്ന ഫീലിംഗ് ഖബറിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് സുഫിയാനു സൗരി റളിയല്ലാഹുവിനെ വഫാത്തായിട്ട് ഒരാള് സ്വപ്നത്തിൽ കണ്ടവരും ചോദിച്ച് എന്താ അവസ്ഥ? എന്താ അവസ്ഥ? ഞാൻ സിറാത്ത് വാലത്തിൽ വെറുതെ ഒന്ന് കാല് ചവിട്ടി, അടുത്ത കാലം അള്ളാഹു സ്വർഗത്തിലേക്ക് എത്തിച്ചു. ഹോറോട് പറഞ്ഞോലു, നിങ്ങൊന്നും അങ്ങനെ സിറാത്ത് വാലം സഞ്ചരിക്കേണ്ട ആളല്ല. ഏയ്, അയ്യേ, നിങ്ങൾ എന്തിനാ സിറാത്ത് വാലം ടെസ്റ്റ് ചെയ്യുന്നത്? അടുത്ത കാലം ഓരോ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു മലക്കളോട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ മതിയാക്കാനയിനട്ടാ ചേഞ്ച്. ഷാബാന് ഒരു ചേഞ്ച് മതിയാക്ക്, എല്ലാ സൂക്കളും നിർത്ത്, ഇനി നല്ല ജീവിതം. എന്നിട്ടോ തീർന്നിട്ടില്ല. വജഅല ഖനാദീല ഫീഹി, ഈ ഖബർ മൊഞ്ചാക്കലാണ് മലക്കൾക്ക് പണിയുണ്ടാവുക. കനാദീൽ എന്ന് പറഞ്ഞാൽ എന്താ? കിൻഡീൽ, കനാദീൽ എന്താ അതിന്റെ അർത്ഥം? വിളക്കുകൾ ഫിറ്റ് ചെയ്യും ഖബറിൽ. ഇവന്റെ ഖബറിലെ വിളക്കുകൾ സാധാ നമ്മളെ നാട്ടിലെ CFL അല്ല മനുഷ്യന്മാരെ. യുനവ്വിറു ലഹു കൽ ഖമരി ലൈലത്തൽ ബദരി, പൂർണ്ണ നിലാവുള്ള ആ വെളിച്ചം കിട്ടുന്ന പോലെ ഇവന്റെ ഖബർ മൊത്തം വെളിച്ചായിരിക്കും. ഇതാണ് നേരത്തെ പറഞ്ഞതാണ് ഖബർ വിശാലമാവൽ, നീളം വീതി പിന്നെ വിസ്തീർണ്ണം പറഞ്ഞു കേട്ടോ, ആഴൊക്കെ പറഞ്ഞു. വിശാലമാവൻ, ഖബർ വെളിച്ചാവുക എന്ന് പറഞ്ഞാൽ ഈ 4 അർത്ഥം. ഒന്ന്, സ്വർഗത്തിലെ ഡോർ തുറക്കും, റൈഹാൻ പുഷ്പം വിതറും, സ്വർഗത്തിലെ റൂം പോലെ സെറ്റ് ചെയ്യും, എന്നിട്ട് നല്ല ചന്ദ്രൻ, വെളിച്ചുള്ള ചന്ദ്രന്റെ ലൈറ്റ് കത്തുന്ന പോലെ ഭയങ്കര ലൈറ്റ് കത്തുന്ന ഖബർ ലൈറ്റ് ഇങ്ങനെ മലക്കൾ ഫിറ്റ് ചെയ്യും. ഒരു ലൈറ്റ് അല്ല, കാരണം അത്രയും വിശാലമായ ഖബറല്ലേ, മൊത്തം ലൈറ്റ് ഫിറ്റ് ചെയ്യും. യാ റഹ്മാൻ, എന്തായി പറയുന്ന നോക്കുകള്, തീരൂല. ഇത് അമ്മാതിരി ഇൽമാണ്, ഭർത്താനാണ് ഇത്. നമ്മളെ ഖബർ വെളിച്ചാവാന് വിശാലാവാൻ എന്താ ചെയ്യേണ്ടത്? അതും കൂടി പറയാം. നിങ്ങൾ വിചാരിക്കും ഷാബാനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇതന്നെ ഷാബാൻ. നമ്മൾ മാറുക, എന്നിട്ട് നമ്മളെ ഖബർ വെളിച്ചാക്കുക. ആദ്യം ആ പുരക്കേക്കാ പോണ്ടത്. നമ്മളെ ഖബർ വെളിച്ചാക്കാൻ ചെയ്യേണ്ടത് രണ്ടും പറയുന്നില്ല, ഞാൻ പറയാം. ഖബർ വെളിച്ചാക്കാൻ ഒന്ന് ചെയ്യേണ്ടത്, ഏതെങ്കിലും പള്ളിയിലേക്ക് ലൈറ്റ് വാങ്ങി കൊടുക്കുക. മൻ നവ്വറ ഫീ മസാജിദില്ലാഹി നവ്വറ അല്ലാഹു ലഹു ഫീ ഖബരിഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ ഒരാൾക്ക് വെളിച്ചം കിട്ടാൻ പള്ളിയിൽ ലൈറ്റ്, ഈ എത്ര ആളുണ്ടെന്ന്? 720 ആള്. എല്ലാവരും ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ഒരു ലൈറ്റ് വാങ്ങി കൊടുക്കാം. എല്ലാവരും. ആരും ഇൻഷാ അല്ലാഹ് ഒന്നും പറയണ്ട, അങ്ങോട്ട് വാങ്ങിക്കൊടുത്താൽ മതി. ഞാൻ എവിടെയും പള്ളി എടുക്കുന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സിസ്റ്റം ഇല്ല. ഇനി എനിക്കെന്താ പറയാനുള്ളതുകൊണ്ടല്ല, അവരവരുടെ നാട്ടിലോ സൗകര്യത്തിലോ ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ഒരു ലൈറ്റ് എങ്കിലും വാങ്ങിക്കൊടുക്കും. ആവശ്യമുള്ളത്തേക്ക് വാങ്ങിക്കൊടുത്താൽ മതി. ഒരു ലൈറ്റ്. മൻ നവ്വറ ഫീ മസാജിദില്ലാഹി നവ്വറ അല്ലാഹു ലഹു ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ ലൈറ്റ് കത്തിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ബാജൂരി ഇമാമിന് ഗംഭീര വിശദീകരണമുണ്ട്. എന്താ വിശദീകരണം എന്ന് പറയാം? അവിടെ ഈ ഖബറിൽ ലൈറ്റ് കത്തിക്കും എന്ന് ഈ ഹദീസ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖബർ വിശാലാക്കുന്നോ ഖബർ വെളിച്ചുണ്ടാവുന്നോ ആണോ? അല്ല, അക്കാരണം കൊണ്ട് മാത്രം സ്വർഗത്തിലെ ലൈറ്റ് ഖബറിൽ കത്തിച്ചു കൊടുക്കും എന്ന് തന്നെയാണോ?
ബാജൂരി ഇമാമ് പറയുന്നത് അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം. ആ ഒറ്റ കാരണം കൊണ്ട് അവന്റെ ഖബറിൽ മലക്കൾ ലേറ്റ് എത്തിക്കും. അതാണ് ഉമർ അള്ളാഹിന്റെ വഫാത്തായാലോ അലി അള്ളാഹിന് പറഞ്ഞത്, നവ്വർ അല്ലാഹു ഖബറയ ഉമർ, ഉമർ നിങ്ങളെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ, കമാ നവ്വർത്ത മസാജിദന, നമ്മളെ പള്ളിയിൽ നല്ലോണം ലേറ്റ് എത്തിച്ച പോലെ നിങ്ങളെ ഖബറും അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. തംബീൽ ഗാഫിലിൽ കാണും. ഭയങ്കര സാധനം, ഭയങ്കര സാധനം. പള്ളി എടുത്ത കൂലി കിട്ടണമെങ്കിൽ പള്ളി നമ്മ പൈസ എടുക്കണമെന്നൊന്നുമില്ല. ഒരു അറബീന്റെ അടുത്തത് ഫണ്ട് വാങ്ങിയിട്ട് നമ്മളുടെ കെയർ ഓഫിൽ പള്ളി എടുപ്പിച്ചാലും നമുക്ക് പള്ളി എടുത്ത കൂലി കിട്ടുമെന്ന് അൽ ഖൗലു നാഫിയ ഫി ബിനാഇൽ മസ്ജിദ് വൽ ജാമി എന്ന ഗ്രന്ഥത്തിൽ ഷംസുദ്ദീനു സഹാബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പള്ളിയുമായി ബന്ധപ്പെട്ട 20 മസല പറയുന്ന കിണ്ണം കാച്ചിയ കിതാബാണ്, കിട്ടിലും കിതാബ്. കുവൈത്തിൽ ഒരു ICF സുഹൃത്താണ് ആ കിതാബ് എനിക്ക് എത്തിച്ചെന്നത്. അള്ളാഹു അദ്ദേഹത്തിന് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഭയങ്കര കിതാബ്. ഇന്ന് വരെ അങ്ങനത്തെ ഒരു കിതാബ് ഞാൻ കണ്ടിട്ടില്ല. പള്ളിനെ കുറിച്ച് ഒരുപാട് കിതാബ് മുത്താല ചെയ്തിട്ടുണ്ട്, പക്ഷെ എമ്മാതിരി കിതാബിന്റെ പേര് മുത്താലിമീങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഉപകരിക്കാൻ പറയാണ്, അൽ ഖൗലു നാഫിയ ഫി ബിനാഇൽ മസ്ജിദ് വൽ ജാമി. പള്ളി നിർമ്മാണം നടത്തുമ്പോൾ സഹായിച്ചാലും പള്ളി എടുത്ത കൂലി കിട്ടും. പള്ളിക്ക് സഹായം ചെറുത് ചെയ്താലും പള്ളി എടുത്ത കൂലി കിട്ടും. പള്ളി എടുക്കാൻ നമ്മൾ ഇടപെട്ടാലും പള്ളി എടുത്ത കൂലി കിട്ടും. അപ്പൊ ഒരു പണിക്കാരൻ, മേസ്തിരി, പെയിന്റ് അടിക്കുന്ന ആള് ചോദിക്കാണ്, സാർ നമുക്ക് അങ്ങനെ പള്ളി എടുക്കാൻ മാത്രമല്ലേ, അറബികളെ പോലെ പൈസയൊന്നുമില്ല, ഞാനും പെയിന്റ് അടിച്ച് സഹായിച്ചിട്ടുണ്ട്, ചെറിയ പൈസയെ വാങ്ങിയിട്ടുള്ളൂ, എല്ലായിടത്തുനിന്ന് വാങ്ങുന്ന പോലെ വാങ്ങിയിട്ടില്ല, എന്നാലും അയാൾക്കും കിട്ടും, അയാൾക്കും കിട്ടും. ഈ കിതാബിലുണ്ട് അൽ ഖൗലു നാഫിയ ഫി ബിനാഇൽ മസ്ജിദ് വൽ ജാമി എന്ന കിതാബിലുണ്ട്. ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല, വിഷയം മാറുന്നില്ല. ഒന്നതാണ് പള്ളിയിൽ ലേറ്റ് എത്തിക്കാം. ഇവിടെ എത്ര ആളുണ്ട്? 720 ആൾ. എല്ലാവരും ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ലേറ്റ് ആയി കൊടുക്കും. രണ്ടാമത്തത്, ഖബറിൽ ലേറ്റ് എത്തിക്കാൻ അള്ളാഹു ഓർഡർ ഇടുന്ന ഒരു ടീം. അതെന്തിനാ അതെന്തിനാ അതായിരിക്കും കിട്ടും. രണ്ടാമത്തെ, മുഅല്ലിമുൽ ഇൽമി, ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് കിട്ടും ഖബർ ലേറ്റ്. മുത്തഅല്ലിമിഹി, ഇൽമു പഠിക്കുന്ന ആൾക്കും കിട്ടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പഠിത്തട്ടെ. നമ്മളെ മക്കളൊക്കെ മുത്തഅല്ലിമി, ഒറ്റ ഒരുത്തനെങ്കിലും ഒരു അലിമാക്കി കിട്ടണം, ഒരാളെങ്കിലും. ആ ഇൻഷാ അല്ലാഹ്. അവിടെ ഏതാ കിതാബ്? ഇബ്നു റജബുൽ ഹംബലി തങ്ങളുടെ അഹ്വാലുൽ ഖുബൂർ എന്ന കിതാബിൽ കാണാം. ഇക്കുറി ഷാർജ ബുക്ക് ഫെയറിന്ന് കിട്ടിയ കിതാബ്, അടിപൊളി കിതാബ്. ആ കിതാബിലുണ്ട്, നമ്മൾ പഠിച്ച ഒരു ഇൽമ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മളെ ഖബർ പ്രകാശിക്കും. കിട്ടിയ ഇൽമെല്ലാം ആയിരിക്കും പറഞ്ഞു കൊടുക്കണം, ഖബർ പ്രകാശിക്കും. ഖബർ പ്രകാശിക്കുന്ന ഒരു രണ്ടാമത്തെ കാര്യം, ഇൽമു പഠിക്കുക, ഇൽമു പറഞ്ഞു കൊടുക്കുക. മുഅല്ലിമുൽ ഇൽമു മുത്തഅല്ലിം ആവുക. അപ്പൊ ഒരു സംശയം, മുത്തഅല്ലിമായ മോന്റെ ഉമ്മാക്ക് കിട്ടോ, മുത്തഅല്ലിമായ മോന്റെ ഉപ്പാക്ക് കിട്ടോ? പറയാം. തഫ്സീർ റാസിയിൽ നിന്നാണ് ഉത്തരം പറയുന്നത്. ഒരാളുടെ ഖബറിന്റെ അടുത്തൂടെ ഈസാ നബി അലൈഹി സ്വലാം പോകുമ്പോ ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു മെസ്സേജ് വിട്ട് അതോ വഹി അറിയിച്ചു, അയാൾ ശിക്ഷിക്കപ്പെടുകയാണ്. കുറെ ആൾ ശിക്ഷിക്കപ്പെടുമല്ലോ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അള്ളാഹുവിനോട് അന്വേഷിച്ചിട്ടില്ല. കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതേ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ അള്ളാഹു പറഞ്ഞു അയാള് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ എന്താ കാരണം എന്ന്. കാരണം അന്വേഷിച്ചു. കാരണം പറഞ്ഞത് വേറൊന്നല്ല. കാരണം പറഞ്ഞത് ഇതായിരുന്നു, പിന്നെ അയാളെ തെറ്റുകാരനാണ്, അതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. അയാള് മരിക്കുന്ന സമയത്ത് അയാളെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഭാര്യ പ്രസവിച്ചു ആൺകുട്ടി. ആ കുട്ടി ഇന്ന് ബിസ്മി ഓതി, ബിസ്മി പഠിച്ചു. ആ കാലത്തെ സംവിധാനം എന്തായിരിക്കും, മദ്രസ പോലത്തെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ബിസ്മി പഠിച്ചു. അപ്പൊ എന്റെ പേര് ബിസ്മി പഠിക്കുന്ന ഒരു മോന് ഭൂമിന്റെ മുകളിൽ നിന്ന് എന്റെ പേര് പഠിക്കുക, എന്നിട്ട് ആ മോന്റെ ഉപ്പാനെ ഭൂമിയുടെ അടിയിൽ ഞാൻ ശിക്ഷിക്കുക. ഈസാ നബി എനിക്ക് തന്നെ ഒരു നാണക്കേട് വേണ്ടാന്ന് വെച്ചിട്ട് ഡിലീറ്റ് ആക്കി. നിങ്ങൾ കണ്ടോ, ഒരു മുത്താലിമായ മോനുണ്ടാണ് നമുക്കൊക്കെ. നല്ലോണം ഇൽമു പഠിക്കണം, ഭയങ്കര പവറാ. ആലിമായ മോനെ ഗർഭം ചുമന്ന ഉമ്മാക്ക് പവർ ഉണ്ട് എന്ന് ഉണ്ട്, കിതാബിലുണ്ട്. ആലിമായ മോനെ ഗർഭം ചുമന്ന ഉമ്മാക്ക് പവർ ഉണ്ടാവും. അല്ലാ അല്ലാ, പഠിക്കണം. അപ്പൊ ഖബർ വെളിച്ചാവാനുള്ള രണ്ടാമത്തെ കാര്യം അതാണ്, നന്മ കൽപ്പിക്കണം. ഖബർ വെളിച്ചാവാനുള്ള മൂന്നാമത്തെ കാര്യം, ഞാൻ സംസാരം നിർത്താം, അവസാനിപ്പിക്കാം.
വുളു എല്ലാ സുന്നത്തും പാലിച്ചിട്ട് എടുത്താല് ഖബറിൽ വെളിച്ചം കിട്ടും. വുളു എല്ലാ സുന്നത്തും പാലിച്ചിട്ട് എടുത്താല് ഖബറിൽ വെളിച്ചം കിട്ടും, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടും. ഇബ്നു റജബുൽ ഹംബലി തങ്ങളുടെ അഹ്വാലുൽ ഖുബൂർ എന്ന കിതാബിൽ ഉണ്ട്. അള്ളാഹു തൗഫീഖാക്കട്ടെ. സംസാരം നിർത്താണ്. ഷഅബാന് കുറെ പറയാനുണ്ട് മനുഷ്യന്മാരെ. ഇന്നല്ലാഹു മലായിക്കത്തുഹു യുസല്ലൂന അലൻ നബി എന്നുള്ള ആയത്തിറങ്ങിയ മാസാണ് ഷഅബാൻ ഒരഭിപ്രായത്തില്. അതുകൊണ്ടാണ് ഷഅബാനു ഷഹ്രി, എന്റെ മാസാണ് ഷഅബാൻ എന്ന് പറയുന്നത്. ഒരഭിപ്രായം അങ്ങനെയാണ്. കസ്തല്ലാനി ഇമാം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷഅബാനിൽ നല്ലോണം സ്വലാത്ത് ചെല്ലണം. സ്വലാത്ത് ബാക്കിയുള്ള മാസം എത്ര ചൊല്ലാറുണ്ടെങ്കിലും ഷഅബാന്റെ വെള്ളിയാഴ്ച രാവ്, ഷഅബാന്റെ മറ്റു ദിവസങ്ങളിൽ കുറച്ചധികം ചെല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറെ പവർ കൊടുത്ത മാസാണ്. ഷഫാഅത്തിന്റെ ഫുൾ അധികാരം കൊടുത്തത് ഷഅബാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിബിലയായ കഅബയിലേക്ക് തന്നെ തിരിച്ചത് ഷഅബാനിലാണ്. ഷഅബാനില് റസൂലുള്ളാഹിന്റെ ഒരു ചാകരയായിരുന്നു. തങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇറക്കി കൊടുത്ത് ഷഅബാനിലാണ്. എത്ര ഇങ്ങനെ ഇറക്കി കൊടുത്ത മാസാണ് ഷഅബാൻ. അപ്പൊ ഷഅബാനിൽ നല്ല സ്വലാത്ത് ചെല്ലണം. സ്വലാത്താണ് നമ്മളെ പിടിവള്ളി. ബാക്കി ഏത് അമല് പോലും അല്ല സ്വലാത്ത് എന്ന് പറയുന്നത്. ഷഅബാൻ ചില്ലറ കാര്യമല്ല. ഷഅബാൻ ഭയങ്കര സംഭവം. ഷഅബാൻ നല്ല സ്വലാത്ത് ചെല്ലണം. അതോടുകൂടി നമ്മളെ കൽബ് ശുദ്ധിയാവും. കൽബ് ശുദ്ധിയാക്കാനുള്ള ഏറ്റവും നല്ല ഇബാദത്ത് സ്വലാത്താണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബിന് ഖാളിയാന്ന് തങ്ങളുടെ ഷിഫ എന്ന കിതാബ് പറയുന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാല് കൽബ് ശുദ്ധിയാവുന്ന ഈ ആയത്തിന് അർത്ഥമുണ്ട്. അത് സ്വലാത്ത് തന്നെയല്ലേ. എന്നിട്ട് റമളാനിലേക്ക് കയറി നോക്കി. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട് റജബ് റമളാൻ ഷഅബാനെ പരിഗണിച്ചിട്ട് റമളാനിൽ കയറിയവന് റമളാനായിരിക്കും. ഉറപ്പ് റമളാനായിരിക്കും. മഹാന്മാരുടെ റമളാൻ എന്ന ഒരു അധ്യായം നമുക്ക് റമളാന്റെ മുന്നോടിയായിട്ട് മൻഷദ് ചാപ്റ്റർ തന്നെ അണ്ടറിലുള്ള പരിപാടിക്ക് സംസാരിക്കണം. എന്താണ് മഹാന്മാര് റമളാനിൽ ചെയ്തത് അത് നമുക്ക് പഠിക്കണം. നല്ല സ്വലാത്തല്ലണം. എല്ലാ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മൂർത്തിഭാവത്തിൽ ഉണ്ടാവുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണല്ലോ മേറാജ് എന്ന് പറഞ്ഞ. റസൂലുള്ളാഹിക്ക് എല്ലാ സന്തോഷവും ഉണ്ടായ സംഭവമല്ലേ. സ്വർഗല്ല. സ്വർഗം സൃഷ്ടിച്ച അള്ളാഹിനെ തന്നെ കാണുക എന്ന് പറഞ്ഞാല് പരിസരം മറന്നു പോകും. ആ സമയത്ത് പോലും നമ്മൾ ഓർമ്മിച്ച തുല്യതയില്ലാത്ത നേതാവാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിനെ നല്ലോണം സ്വലാത്ത് ചൊല്ലണം. ശരിക്കും പറഞ്ഞാൽ ഒരാൾ സ്വർഗത്തിലേക്ക് എത്തിയാല് അവനിക്ക് ദുനിയാവ് മൊത്തം മറന്നു പോകും. കാര്യത്തില് സ്വർഗത്തിലെത്തിയാല് എനിക്ക് എന്താ പറയല്, അതിനെ പറയാൻ പറ്റൂല. സ്വർഗം ഒരാൾ കണ്ടാൽ ഇതെന്താന്ന് എനിക്ക് തരിപ്പായിട്ട് ഒന്നും തിരിയൂല. അതേസമയത്ത് സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു സന്ദർഭമാണ് അള്ളാഹിനെ കണ്ടാല്. നമ്മൾ ഇതുവരെ സുജൂദ് ചെയ്ത അള്ളാഹിനെ കണ്ടാല് സ്വർഗം തന്നെ മറന്നു പോകും. ദുനിയാവല്ല, സ്വർഗം തന്നെ മറന്നു പോകും. ആ സന്ദർഭത്തിലും നമ്മൾ ഓർത്തെടുത്ത ആളാണ് എനിക്ക് മാത്രം നിന്റെ സലാമ് പോരാ, വല ഇബാദില്ലാഹി സ്വാലിഹീൻ, അപ്പൊ അവന്റെ ഉമ്മത്തുണ്ട് അവർക്കും നീ കൊടുക്കണേ. എന്താ നോക്കി, എന്തൊരു സ്നേഹം യാ റബ്ബേ. ഇതല്ലേ ആത്മാർത്ഥ സ്നേഹം. ഏറ്റവും സന്തോഷമുള്ള ശരിക്കും റസൂലുള്ളാഹിനെ അള്ളാഹു മേറാജിലേക്ക് വിളിച്ച തന്നെ ആ ഖദീജ ബീവി വഫാത്തായി, അബൂ ത്വാലിബ് വഫാത്തായി, ത്വായിഫിന്ന് ഏറ് കിട്ടി, നല്ല ടെൻഷനായിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ആ സന്ദർഭത്തിലും കണ്ടങ്ങള് കണ്ടങ്ങള് ഇനി വിഷമുണ്ടായാലും തങ്ങൾ നമ്മളെ മറക്കുകയും ചെയ്യില്ല. തങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായത് ആ വഹി ജസ്റ്റ് ഒന്ന് ഒരു 16 ദിവസത്തേക്ക് അള്ളാഹു നിർത്തിവെച്ച്, ഇങ്ങനെ അതിന്റെ ഒരു ഹിക്മത്തിൽ നിർത്തിവെച്ചപ്പോ അബൂജഹലും ടീമും കളിയാക്കി മുഹമ്മദിനെ റബ്ബ് ഒഴിവാക്കിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബീന്റെ പോസ്റ്റ് എന്നൊക്കെ പുറത്താക്കി എന്നൊക്കെയാണ് അവര് പറഞ്ഞത്. തങ്ങളുടെ കൽബ് ആദ്യ ജിബിരിയിലെ കണ്ടൊരു ഒരു ബേജാറല്ലായി. പിന്നെ കുറച്ച് ഈ അയ്യുഹൽ മുദ്ദസ്സിറും മുസമ്മിലൊക്കെ ഇറങ്ങിയപ്പോ ജിബിരിയിലെ കാണാൻ പൂതിയായിട്ട് ഇങ്ങനെ നോക്കൂ. ആകാശാണല്ലോ വഹീന്റെ സഞ്ചാരം, ഭയങ്കരമായിട്ട് നോക്കും. പിന്നെ ഇടക്ക് ജിബിരിയിൽ വരാണ്ടായപ്പോ ഭയങ്കര ടെൻഷനായി. മക്കക്കാഫിരീങ്ങളുടെ ട്രോള് എന്ന് പറഞ്ഞ പേരും ട്രോള്. റസൂലുള്ളാഹിക്ക് ദുനിയാവിന്ന് വിഷമവും കൽബിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭത്തിലാ വന്നത്. ഞങ്ങള് കരഞ്ഞു പോയ വിഷമിച്ച വേറെയും സന്ദർഭമുണ്ട്. ഏറ്റവും വിഷമമായ ഒരു സന്ദർഭം അതാണ്.
എന്നേരം അള്ളാഹു തങ്ങളോട് എന്താ പറഞ്ഞതെന്നറിയാം? വല്ലുഹ, തങ്ങളെ ആ ലൈറ്റ് എത്തുന്ന മുഖം ഉണ്ടല്ലോ, എന്താ മുഖം! സൂര്യനെ തോൽപ്പിക്കുന്ന മുഖം. അഹജല കമറൻ വ ഫർക്കത, കമറും ഫർക്കതൊക്കെ നാണക്കെടായി പോകുന്ന സൗന്ദര്യം. ആ മുഖം തന്നെ സത്യം. വല്ലയിലീത സജ, ആ കട്ടിക്കറുപ്പുള്ള ഷെയർ മുബാറക്ക് തന്നെ സത്യം. എന്താ സ്റ്റൈല് എന്ന് പറയാം! തങ്ങളെ മുഖവും മുടിയല്ലോ. ഖുർആൻ സത്യം ചെയ്ത അവയവാ തങ്ങളുടെ ഷെയർ മുബാറക്ക്. ആ ഷെയർ മുബാറക്ക് കളിയാക്കിയവൻ ഈമാനോടെ എങ്ങനെ മരിക്കുക? എങ്ങനെ മരിക്കുക? അതിന് ഹിദ്മത്തെടുത്ത സുൽത്താനുൽ ഉലമയെ തൊടാൻ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടാവില്ല. ആ ഹിദ്മത്ത് മതി ഉസ്താദിന്, അത് മാത്രം മതി. മുഴുവൻ കേൾക്കേണ്ടി വന്നതും ഉസ്താദ് ആ ഷെയർ മുബാറക്ക് സംരക്ഷിച്ചതിനാണ്. ആ സുൽത്താൻ അള്ളാഹു ഏറ്റെടുക്കും, ഉറപ്പല്ലേ? വദ്ദുഹ വല്ലൈലി ഇദാ സജ, ഏതാ സത്യം? ആ ആയത്ത് ഓതുമ്പോ കരയാനും ചിരിക്കാനും തോന്നുന്ന ആയത്താണ്. വദ്ദുഹ, ആ ലൈറ്റ് എത്തുന്ന മുഖം തന്നെ സത്യം. എന്താ രസൻ നബിയെ തങ്ങളെ മുഖം! വല്ലൈലി ഇദാ സജ. എന്നിട്ട് അള്ളാഹു പറയാ, മാ വദ്ദഅക റബ്ബുക്, റബ്ബ് തങ്ങളെ വിട്ടിട്ടൊന്നുമില്ല. ആരെങ്കിലും കളിയാക്കുമ്പോ തങ്ങൾക്ക് എന്തിനാ വിഷമം? ഞാൻ എങ്ങനെയാ തങ്ങളെ വിടല്? എന്റെ ഹബീബല്ലേ തങ്ങള്. വമാ ഖല, തങ്ങളോട് ഞാൻ പിണങ്ങിയിട്ടില്ല. ഞാനാ തങ്ങളോടാ പിണങ്ങാനാ? എത്താ പറയണത്? ആരെങ്കിലും പറയുമ്പോ തങ്ങൾ എന്തിനാ വിഷമിക്കണത്? മാ വദ്ദഅക റബ്ബുക വമാ ഖല, ഞാൻ തങ്ങളോട് പിണങ്ങിയിട്ടൊന്നുമില്ല. എന്ത് വർത്താനം! അങ്ങനെയൊന്നും തങ്ങൾ വിഷമം വേണ്ട. എന്നിട്ട് തങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് ഉപയോഗിക്കുന്ന ആയത്ത് നോക്കണേ. വലസൗഫ യുഅ്തിക റബ്ബുക ഫതർല, തങ്ങൾക്ക് വേണ്ടല്ല ഞാൻ വാരിക്കോരി തരും. എന്നിട്ട് ഫതർല, തങ്ങൾക്ക് ഞാൻ തന്ന് 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 തങ്ങൾക്ക് കിട്ടി 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 തങ്ങൾ എന്നെ ലാസ്റ്റ് ഫതർല, മതി എന്ന് പറയുന്ന ഒരു കാലം വരെ ഞാൻ തന്നു. പിന്നെ തരും, നല്ലോണം തരും തങ്ങൾക്ക്, നല്ലോണം തരും, നല്ലോണം തങ്ങൾക്ക് തരും. ഫതർല, തങ്ങൾ മതി എന്ന് പറയുന്നത് തരും. അപ്പൊ തങ്ങൾക്ക് സന്തോഷമായി, ഇത് ഏകദേശം അള്ളാഹ്ക്കും അറിയാലോ. അന്നേരം തങ്ങൾ തിരിച്ചു പറഞ്ഞെന്താ അറിയോ? എനിക്ക് സന്തോഷമാകുന്നവരെ നീ തരുമെങ്കിൽ എന്നാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഭൂമിയിൽ ഫുൾ സന്തോഷമാണെങ്കിൽ എൻ്റെ ഉമ്മത്തിൽ ആരും നരകത്തിൽ ഉണ്ടാകാൻ പറ്റൂല. ആ സന്ദർഭത്തിലും കണ്ടോ, ഇങ്ങനത്തെ നേതാവിനെ എവിടെ നമുക്ക് കിട്ടുക? തുല്യതയില്ലാത്ത നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹിക്ക് സ്വലാത്തല്ലാന് തൗഫീഖ് തന്നെ വലിയ തൗഫീഖ് അല്ലേ ചങ്ങായിമാരെ? എങ്ങനെ ചൊല്ലിയാലും സ്വീകരിക്കൂ എന്ന് പറയുന്ന ഒരു അമലല്ലേ സ്വലാത്ത്. ഇങ്ങനത്തെ ഒരു ഇബാത്ത് ലോകത്ത് വേറെ ഉണ്ടാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് ഈ പവർ. അതല്ലേ ഏറ്റവും വലിയ ദിക്ർ. മഹാന്മാര് റംലി ഇമാമിന്റെ ഫത്താവയിൽ ഒരു ചോദ്യമുണ്ട്. സാധാരണക്കാരായ നമ്മള് കുറെ സ്വലാത്താണോ ചെല്ലേണ്ടത്, ഇസ്തിഗ്ഫാർ ആണോ? സ്വലാത്തില്ലിക്കൂടെ. ഇസ്തിഗ്ഫാർ അല്ലേ ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, തെറ്റ് പുറത്തിട്ടില്ലെങ്കിലോ, സ്വലാത്താകുമ്പോ എന്തായാലും സ്വീകരിക്കുകയും ചെയ്യും, ആ വർക്കത്തുകൊണ്ട് ദോഷം പൊറുക്കുകയും ചെയ്യും. പണ്ട് ചിത്താരി ഉസ്താദ് നമ്മളോട് ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ട്. ഖുത്തുബന്റെ ഇടയിൽ ഖത്തീബ് ഇരുന്നാൽ ദ്വാരക്കൽ സുന്നത്താണ്. ചിത്താരി ഉസ്താദ് പറയാം, ഞാൻ ദ്വാരക്കലൊന്നല്ല സ്വലാത്തല്ലാന്ന്. സ്വലാത്ത് നേരെ റൗദയിലേക്ക് എത്തിയാൽ നമുക്ക് വേണ്ടതിൽ റസൂൽ ഇടപെട്ടിട്ട് തീർത്തേരൂ. എന്താ വർത്താനം നോക്കിയേ! എന്ത് വർത്താനം! എന്ത് വർത്താനം ഉസ്താദ് പറഞ്ഞേക്കുന്ന നോക്കിയേ! സ്വലാത്തല്ലാണ്, നല്ലോണം സ്വലാത്തൽ. ശഅബാൻ സ്വലാത്തിന്റെ മാസം. എല്ലാരും ആരും അറിയിക്കൊന്നും വേണ്ട, ഇത്ര എണ്ണമെന്നൊന്നും ഇവിടെ വർത്താനമില്ല. നല്ലോണം സ്വലാത്തില്ല. മുത്ത് തങ്ങളെ എങ്ങനെയെങ്കിലും നമ്മുടെ ഇഷ്ക് മഹബത്തിന്റെ ലോകത്തേക്ക് എത്തിക്കുക. അള്ളാഹു തൗഫീഖാക്കട്ടെ. മനുഷ്യ ചാപ്റ്ററിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് അവരാണല്ലോ ഈ ക്ലാസ് സംഘടിപ്പിച്ചത്. ഭയങ്കര നല്ല സായിയാണ്, ഭയങ്കര മഷ്കൂറാണ്. നല്ല ഒരു ബർക്കത്താണ്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊക്കെ നല്ല ദ്വാരക്കുക. ഇൻഷാ അല്ലാഹ് റമദാൻ റിലേറ്റഡ് ആയ ഒരു ക്ലാസ്സും ഉണ്ടാവും. റജബിൻ്റെത് കഴിഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഒരുപാട് മുത്തു മുഅ്മിനീങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന്റെ ഒരു വിഷമമുള്ള ഒരു പെൺകുട്ടി ദ്വാരക്കാൻ പ്രത്യേകം ഈ മജ്ലിസ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് നീ റാഹത്ത് നൽകണേ. അവർക്ക് അസ്ഹലായ വഴിയിലൂടെ രക്ഷപ്പെടണം, നീ റാഹത്ത് നൽകണേ റഹ്മാനെ. അതേപോലെ സൗദിയിലെ പല പ്രവിശ്യകളിൽ നിന്നും ഇവിടെ ക്ലാസ്സിന് പങ്കെടുക്കുന്നു, പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യണേ. അല്ല, ഇവിടെ ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് അൻവിൽ പുന്നോൽ സൗദിയിലാണ്, ICF RSCയുടെ പ്രവർത്തകനാണ്, നേതാവാണ്. അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഒരുപാട് ആൾക്കാർ മകളുടെ കല്യാണാലോചന, അങ്ങനെ പലരും കടങ്ങൾ വീടാന്, പ്രസവത്തിന്, വീട് പണിക്ക്, നടുവേദന്റെ ബുദ്ധിമുട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അങ്ങനെ പലരും, എല്ലാവർക്കും എന്താണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ റസൂലുള്ളാഹിനെ പറഞ്ഞ മാസാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളുടെ ഹക്ക് ജാവ് ബർക്കത്തുണ്ട്. തങ്ങളെ ഹക്കോണ്ട് ചോദിച്ചാൽ സഹാബിമാ പറയുന്നുണ്ട്, വമൻ തവസ്സല ബിഹി ലാ യുഹയ്യിബ്. റസൂലുള്ളാഹിനെ മുന്നിൽ വെച്ചിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് എങ്ങനെ തട്ടിക്കളയാം. നിന്റെ മുന്നിൽ നമ്മൾ തങ്ങളെ വെച്ചിട്ട് ദ്വാരക്കുന്നു. അവിടുത്തെ ജാഹ് കൊണ്ട്, ഹക്ക് കൊണ്ട്, ബർക്കത്തുണ്ട് നമ്മളെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ല, നമ്മളെ കൽബ് നന്നാക്കണേ അല്ല, നമ്മൾക്ക് നല്ല ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ എല്ലാമായ ചിത്താരി ഉസ്താദിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആചാര്യാണ് റസാഖ് ഹാജി പെരുവണ. ഞാൻ ഇന്ന് ഇവിടെ വയലിന് വന്നതാണ്, അവരുടെ വീട്ടിലാണ്. ഈ വീട്ടിൽ ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നമ്മുടെ മുത്തലിം കാലത്തും അല്ലാത്ത കാലത്തൊക്കെ വളർന്ന ഒരു നാടും ഭൂമിയും ഈ വീടൊക്കെയാണ്. ഈ വീടിന് നല്ല ബർക്കത്ത് ചെയ്യണേ അല്ല. അവരുടെ മകൾക്ക് സുഖപ്രസവത്തിന് പ്രത്യേകം ഹാജിയാർ ക്ലാസ് കേട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അസ്ഹലായ രീതിയിൽ പ്രസവം നൽകി സ്വാലിഹായ മക്കളെ നൽകണേ അല്ല. ഒരു ന്യൂനതയും ഇല്ലാത്ത കുട്ടിനെ നൽകണേ അല്ല. ലാഹിറൻ വബാത്തിനൻ ശുദ്ധിയുള്ള മക്കളെ കൊടുക്കണേ അല്ല. നമുക്കൊക്കെ തന്ന മക്കൾ, തരുന്ന മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ല. 5 മാസം ഗർഭിണിയായ ഭാര്യനെ കൊന്ന ഭർത്താവ്, ഉമ്മനെ കൊന്ന മോന്, ആ മോനെ കുറിച്ച്, ആ മോനിക്ക് കല്യാണം കഴിക്കാനുള്ള മഹർ വാങ്ങി കൊടുത്തിട്ട് ശേഖരിച്ചിട്ട് വെച്ചിട്ടാണ് ആ ഉമ്മ, സുഖമില്ലാത്ത ഉമ്മ, ആ ഉമ്മാരെ മയ്യത്താന്നോന് കള്ളും കുടിച്ച് ലഹരി ഉപയോഗിച്ചിട്ട് അച്ഛനെ കൊന്ന മോന്. എന്തെല്ലാം ഒരു കഥ എന്ന് പറയണത്. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ ദമ്മുൽ മസാക്കിറിൽ പറയുന്നുണ്ട്, മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിക്കുന്നത് ബുദ്ധിയാണ്. ആ ബുദ്ധിനെ ഇല്ലാതാക്കുന്നതാണ് ഈ കള്ള്, ലഹരി എന്ന് പറയുന്നത്. നമ്മളെ മക്കളെ നീ കാക്കണേ റഹ്മാൻ. ഇന്നലെ ഒരു സ്ഥലത്ത് ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ ഒരു കുട്ടി വന്നിട്ട്, ആ പെൺകുട്ടിയെ, ഒരു പെൺകുട്ടി വന്നിട്ടാ പറയണത്, അവന്റെ അനുജൻ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ട് ഉസ്താദ് ദ്വാരക്കൾ എന്നിട്ട് ആ കുട്ടി ഒറ്റ കരച്ചിൽ. എന്താപ്പ ചെയ്യാം, നമ്മളെന്താപ്പ പറയാ. എത്രയാ കുട്ടികൾ. അള്ളാഹുവെ നീ കാക്കണേ റഹ്മാൻ. നമ്മക്കിതൊന്നാവില്ല, നീ തന്നെ നമ്മളെ മക്കളെ തർബീയത്തിലേക്ക് എത്തിക്കണേ അല്ല. നമുക്ക് തന്ന മക്കളെ മുഴുവനും ശുദ്ധിയാക്കി തരണേ അല്ല, സ്വാലിഹീങ്ങളാക്കി തരണേ അല്ല, കള്ളുകൂടിയന്മാരാക്കല്ലേ അല്ല. നിന്റെ മോനതാ കള്ളു കുടിച്ച് റോഡ് സൈഡിൽ, നിന്റെ മോളതാ കാഫറിന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട്. ഇങ്ങനെയൊന്നും ജീവിതത്തിൽ കേൾപ്പിക്കല്ല റഹ്മാന്. നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ല. നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാന്. ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് നീ വലിയ ബർക്കത്ത് നൽകണേ ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ദുആ ഇറക്കണം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.